ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? നമ്മളെ യൂണിറ്റ് ടോക്ക് 82 ആണല്ലോ ഇന്ന്. ഞാൻ ജസ്റ്റ് മാറിപ്പോണ്ടല്ലോ എന്ന് എഴുതി ലാസ്റ്റ് മൊമെന്റിൽ പോസ്റ്റർ നോക്കാൻ പോയതായിരുന്നു. 82 തന്നെ അല്ലേ ഇന്നില്ല. 82 ആഴ്ചയിലായി എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഓരോ ടോപ്പിക്കിലായി ക്ലാസ്സുകൾ വെക്കുന്നു. യൂണിറ്റ് ടോക്ക് നമ്മൾ ആരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും പറയല് നമ്മളെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടില്ല. നമുക്കൊരു അടിപൊളി മനുഷ്യനാവാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറിയുന്നില്ല. ഓരോ ആഴ്ചയിലും ഓരോ ടോപ്പിക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഇപ്പോൾ ടേക്ക് എ മൊമെന്റ് ടു മീറ്റ് യുവർ സെൽഫ് എന്നുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. നമ്മൾ ചെയ്യുന്ന കുറെ പറയുന്ന കാര്യങ്ങളായിരുന്നാലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെയാണ് ഇല്ലേ. അതിന്റെ മുന്നേ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, വഫ മാമിനെയും കാത്തിർ സാറിനെയും നജിം മാമിനെയും മാത്രമേ എനിക്ക് വീഡിയോ മോഡിൽ കാണാൻ പറ്റുന്നുള്ളൂ. വേറെ യാത്രയിലോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. എന്തായാലും നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എടോ നമ്മൾ നെറ്റൊക്കെ സൂം ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ നല്ല നെറ്റ് ചിലവാകും. എല്ലാവർക്കും അറിയുന്നില്ലേ ഇത്. നെറ്റൊക്കെ കൊടുത്ത് ഇവിടെ ഇരിക്കുകയാണ്. മാക്സിമം മുതലാക്കി വിടണ്ടേ നമ്മള്, മാക്സിമം ഊറ്റിയിട്ട് വിടണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ കിട്ടാനാണ് കേട്ടോ വീഡിയോ മോഡിലും കൂടെ നമ്മൾ വരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫിക്കേഷനോ വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷനോ ഒക്കെ നമ്മളെ ആ ഒരു ശ്രദ്ധ ഫോക്കസ് ഗ്രോ ചെയ്യണം, അടിപൊളിയാവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കണമല്ലോ. നമ്മളിങ്ങോട്ട് ഗ്രോ ചെയ്യാൻ കുറച്ച് എന്തൊക്കെയൊക്കെ ആക്കണം, എനിക്ക് ഡ്രീംസ് ഒക്കെ നേടണം, അങ്ങനെയൊക്കെ അല്ലേ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ലേ. ഹന്ന മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്, താങ്ക് യു. അപ്പോൾ അതാണ് കേട്ടോ റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ യൂണിക് ടോക്കിൽ കയറുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എന്നും പറയാറില്ലേ. ഇവിടെ വരുമ്പോൾ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കുക. എനിക്കെല്ലാം അറിയാം, ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ കൂടുതൽ അറിയണമെന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അടിപൊളി ജോബൊക്കെ ഉണ്ട്, ഞാൻ സാലറി ഒക്കെ വാങ്ങി സെറ്റാണ്, അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ട്. ഒരു ചൈൽഡ് ക്യൂരിയോസിറ്റി, ഒരു നിറഞ്ഞ കപ്പല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്നവരും ആ ഒരു ചെറിയ മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്, നമ്മളെയൊക്കെ തെറ്റുകൾ പറ്റും, ഇതിനൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ബേസിക് ആയിട്ടൊരു പച്ചയായ മനുഷ്യനായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ യൂണിറ്റ് ടോക്കിൽ ആ ഒരു മൂന്ന് കാര്യം പറയില്ലേ, ജഡ്ജ്മെന്റുകളൊന്നും ഇല്ലാണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റുന്ന, കൂടുതൽ അറിവ് നേടാൻ പറ്റുന്ന, പരസ്പരം അങ്ങോട്ട് അറിവ് ഷെയർ ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും ഒരു അറിവ് പകർന്നു കൊടുക്കാത്ത അറിവ് കൊണ്ടും പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ് പറയാറില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ മറ്റുള്ളവർക്കും നിങ്ങളുടെ ലൈഫിലേക്കൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്ന അറിവിനെ സ്വീകരിക്കാനുള്ള ഒരു നല്ല നല്ലൊരു ഹൃദയത്തോട് കൂടിയിട്ട് ഇരിക്കുക എന്നുള്ളത് കേട്ടോ റിമൈൻഡ് ചെയ്യാനില്ലേ. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഞാൻ അഫ്സൽ സാർ ഒന്നുമല്ല, നമ്മൾ പവർഫുൾ ആയിട്ടുള്ള നമ്മളെ യുണീക്ക് എക്സ് ട്രെയിനിങ് പ്രോഗ്രാമത്തെ ബെസ്റ്റ് ട്രെയിനർ ആയിട്ടുള്ള നജമേമാണ്. പോസ്റ്ററിൽ നിങ്ങളൊക്കെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആളൊരു അപ്കമിങ് ഓണ്ടർപ്രണർ ആണ്. ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സ്വന്തമായിട്ടൊരു റെക്ടിഫൈങ് ഇംഗ്ലീഷിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നുണ്ട്. വേറെയും കുറേ ക്ലാസ്സുകൾ, ആ വീഡിയോസ് ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം തനിക്ക് ഒക്കെ വ്യൂസ് അടിച്ച് കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് നജമാം എന്നില്ല. പിന്നെ ഒരു ട്രെയിനിങ് മേഖലയിലും ആളെ സ്കൂളിൽ നമ്മളെ കോഴ്സ് കഴിഞ്ഞ ശേഷം പോയി ക്ലാസ് ഒക്കെ എടുത്ത് അടിപൊളിയാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഈ പറയല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളെന്നില്ല, ആ ഒരു മോഡലാണ് ആൾ വരുന്നത്. ആളെപ്പോൾ കണക്ട് ചെയ്യുമ്പോഴും ആടാ ഞാൻ ചെയ്യാറുണ്ട്, പറ്റുന്ന പോലെ ശ്രമിക്കലുണ്ട്, ആ ഒരു ഇതാണ് റിപ്ലൈ കിട്ടുമ്പോൾ നമുക്കൊരു ഓക്കെയാണ്. ആ അവർ മറന്നിട്ടില്ലല്ലോ എന്ന് അറിയുമ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്ന ഒരാൾ പഠിച്ചിറങ്ങിപ്പോയി ആ ഒരു പെർഫോമൻസ് കാണാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവരുടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയാനില്ല, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇന്ന്. ഇന്നത്തെ ടോപ്പിക്കും ഞാൻ പറഞ്ഞ പോലെ ടേക്ക് എ മൊമെന്റ് ടു സെലിബ്രേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ എന്റെ വ്യക്തിനെ കാണാനില്ല, കുറച്ച് സമയം എടുക്കാന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഒരു സാധനം എന്താണ് ചോദിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ടോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും വാങ്ങിയിട്ടില്ല, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പോയി കഴിക്കും, പക്ഷെ എനിക്കൊരു സങ്കടം പോലെ വോയിസ് അയച്ചേ. അപ്പൊ ആലോചിക്കുമ്പോ ഒന്നും വാങ്ങിയിട്ടില്ല. 10, 22, 25 വയസ്സായിട്ടുണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് എത്ര കാലം ഞാൻ ക്യാഷ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആവരുത്. അത് നമ്മളെ ഫാമിലിക്ക് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടൊന്നുമല്ല. കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അവർക്കൊക്കെ വല്ലതും ചെയ്തു, എനിക്കൊന്നും ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു കുറ്റബോധം നമുക്ക് ബാക്കിയാവരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ടോപ്പിക്. ഞാൻ ജസ്റ്റ് മീറ്റ് യുവർ സെൽഫിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാനാണ് ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അഫ്സൽ സാർ എന്നിട്ടില്ല, സാർ എന്നും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടില്ലേ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. നിജം മാം നിങ്ങളെ ക്ഷമ പരീക്ഷിക്കല്ലോ കേട്ടോ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അത് ഇന്ന് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ്. സോറി. ഖാദർ സർ എറണാകുളം, ബാക്കിയുള്ളവരും കൂടെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എന്നെല്ലാം ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഹന്ന മാം മലപ്പുറം, പിന്നെ ആരാണ്, ഷംന മാം ട്രിവാൻഡ്രം. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഷംന മാം ആണ്, കുറെ കാലങ്ങളായിട്ട് യൂണിറ്റ് ടോക്കിലുള്ള ആൾ. നജ മാം കോഴിക്കോട്, ജോറ മാം കാലിക്കറ്റ്,
സൂറ മാം കാസർഗോഡ്. കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവിടെ. എന്തായാലും കുഴപ്പമില്ല, മറ്റുള്ളവർ തിരക്കിലായതുകൊണ്ടായിരിക്കും. നമുക്ക് നിങ്ങളെ പേരും സ്ഥലമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് കരുതിയിട്ടാണ്. ഇനിയും ഞാൻ ലാഗ് അടുപ്പിച്ച് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊണ്ടുപോകണില്ല. നിങ്ങൾ ഇന്റെ ടോക്ക് കേൾക്കാനാവല്ലോ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. നമ്മളെ നജമാമിന്റെ ആണ്. അപ്പോൾ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് വെൽക്കം നജമാം. താങ്ക് യു സോ മച്ച്. എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. സോ ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ താങ്ക് യു സോ മച്ച്. ഇത്രയും ഇപ്പോൾ ഒന്നാമത്തത് ചൂടാണ്, രണ്ടാമത്തത് ഒരുപാട് ആളുകൾ ഒരുപാട് ബിസി ആയിട്ടുള്ള സ്കെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഹു ജോയിൻ ഹിയർ. എല്ലാവർക്കും വെരി ബിഗ് താങ്ക്സ്. ഇപ്പം നേരത്തെ മിസ് മാം പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് എടുക്കുന്നതും പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും എല്ലാം ചെറിയ കുട്ടികൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ കുട്ടികൾ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര വലുതായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നേരത്തെ മിസ്ന മാം പറഞ്ഞതുപോലെ എല്ലാവരും ചെറിയ കുട്ടിയായിരിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വെരി ഓപ്പൺലി നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പം ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ് അല്ലെ. അപ്പം ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക. അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ബിക്കോസ് അത് ചിലപ്പോൾ എനിക്ക് പോലും ഒരു പുതിയ അറിവായിരിക്കും. അപ്പം സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് പറയാം, പക്ഷെ എന്നെക്കുറിച്ചോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഐസ് ഒന്ന് ക്ലോസ് ചെയ്യണം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഒരുപാട് പേര് വീഡിയോ മോഡിലല്ല, എന്നാലും അവര് ജസ്റ്റ് അവരുടെ ഐസ് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഇങ്ങനെ എന്താ പറയാ, അങ്ങനെയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ആ ഒരു മൈൻഡ് ഒന്നും ഇല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു ഡയറി ബാക്കോട്ട് മറയ്ക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ ലൈഫിലൂടെ കടന്നു പോയത് ഈ ഒരു ഓരോ സ്റ്റേജിലും. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ വളരെ ചെറിയ കുട്ടി, അതായത് നമ്മൾ LKG അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. ആ ടീച്ചർ ഫസ്റ്റ് തന്നെ നമ്മളോട് ഒരുപാട് ഇൻട്രാക്ട് ഒക്കെ ചെയ്യും. ഫസ്റ്റ് ദിവസം തന്നെ പല സ്കൂളിലും നമ്മളോട് ചോദിക്കും നമുക്കൊക്കെ എന്താവാനാണ് ഇഷ്ടം. ഓക്കെ, നമ്മളൊക്കെ എന്താ ഫ്യൂച്ചറിലാവുക, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഒബ്വിയസ്ലി ഒരു ഫസ്റ്റ് ടു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ആകെ അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡോക്ടർ അവർ കണ്ടിട്ടുണ്ടാവും, ടീച്ചർ അവർ കണ്ടിട്ടുണ്ടാവും, ചിലപ്പം എഞ്ചിനീയേഴ്സിനെ അവർ കണ്ടിട്ടുണ്ടാവും, പൈലറ്റ് ചില ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഒരു 4-3 ഒരു പ്രൊഫഷൻസ് മാത്രം അറിയുന്ന ഈ കുഞ്ഞു കുട്ടിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ശരിക്കും ആരാവാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഫസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും ഓർത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു 5th to 10th പോവാണ്. നമ്മൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾക്ക് ഈ ടീച്ചർ ഡോക്ടർ എന്നതിലുപരി നമുക്ക് കുറച്ചും കൂടെ നല്ല പ്രൊഫഷൻസ്, നഴ്സിംഗ്, അതേപോലെ തന്നെ നമുക്കിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ പല ഏരിയാസ് ഉണ്ട്, AI ഉണ്ട്. അങ്ങനെയുള്ള ഇപ്പൊ നമ്മളുടെ കാലത്തൊന്നും AI ഇല്ല, പക്ഷെ അങ്ങനെ ഇപ്പോഴത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ് പോലെ അപ്പം നമ്മൾ ഇമ്പ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ ചിലപ്പം ചെറിയ ചേഞ്ചസ് വരും. അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുള്ള ആളുകൾ ഒരു 5th to 10th എന്താവണം എന്നാണ് വിചാരിച്ചത് എന്ന് നോക്കാം. ഇനി നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞു.
ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണം. അപ്പം ചില ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് എടുത്ത് പഠിക്കണം എന്നുണ്ടാവും. ചില ആളുകൾ അവരുടെ ഡ്രീംസിനനുസരിച്ചിട്ട് പോകുന്ന ആളുകളും ഉണ്ടാവും. അപ്പം നിങ്ങൾ +1 +2 ഏതെടുത്തു എന്നുള്ളതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഒന്നെങ്കിൽ നമ്മൾ ഡിഗ്രി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചിലപ്പോൾ നമ്മൾ സ്റ്റഡീസ് നിർത്തിയിട്ടുണ്ടാവും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ. +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം നിലവിൽ നിങ്ങളുടെ ലൈഫിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആണോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പീസ്ഫുൾ ആണോ? നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിങ്ങൾ തന്നെ ആലോചിക്കാം. ആലോചിച്ച് കഴിഞ്ഞവർക്ക് കണ്ണുറക്കാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ശരിക്കും എല്ലാവരും ഇപ്പം വർക്ക് ഇല്ലാത്ത ആളുകളാണെങ്കിലും വർക്ക് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഹെവി പ്രൊഫഷൻസ് മൂവ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാവും. നമുക്ക് ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവും, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവും, നമുക്ക് ജോബിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവും, നമുക്ക് ട്രിപ്പ് പോകാൻ ടൈം ഉണ്ടാവും, നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടൈം ഉണ്ടാവും. പക്ഷെ എപ്പോഴെങ്കിലും ശരിക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇരുന്ന് ഒന്ന് സ്വന്തമായിട്ട് ഇരുന്ന് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ശരിക്കും ഞാൻ ആരാ? ശരിക്കും ഞാൻ എന്താ ചെയ്യുന്നത്? ശരിക്കും ഞാൻ വിചാരിച്ച പോലെ ഒരാളാണോ? മിസ്ന മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? മിസ്ന മാം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലടാ, ഇല്ല. കണ്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കും നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിന് മുൻപേ നിങ്ങളോട് ജസ്റ്റ് ഒറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു പേപ്പറോ പെന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം എഴുതുക. അതായത് പേപ്പറും പെന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ചാലും മതി. ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എഴുതുക. നിങ്ങൾ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലെ, ഞാൻ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരാളെ പോലെ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ അതും എഴുതുക. എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡിൽ ഒന്നൊന്ന് ഇമാജിൻ ചെയ്താലും മതി കേട്ടോ, എങ്ങനെയുള്ള ഒരാളായിരിക്കണം നിങ്ങൾ എന്നുള്ളത്. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. ഓക്കെ, ഞാൻ ആരാണ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ റെക്ടിഫൈഡ് ഒരു ഓണർ ആയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് അൽഇർഷാദ് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു 7th സ്റ്റാൻഡേർഡ് വരെ ഒരു കുട്ടി ഒരു ടീച്ചറെ കണ്ടാൽ പോലും പേടിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഞാൻ എവിടെയും സംസാരിക്കില്ല. ഒരു ടീച്ചർ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി പോലും പറയില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. എന്നാ ഞാൻ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ശരിക്കും എനിക്ക് കുറച്ച് ടീച്ചേഴ്സ്, ഞാൻ ഫ്രണ്ട്സിനെയും കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പം ഫ്രണ്ട്സ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ടീച്ചേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം എൻ്റെ ലൈഫിലും ഒരു ടീച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. 7ാം ക്ലാസ് പഠിക്കുന്ന ഞാന് ഒരു കുട്ടീനോട് പോലും മിണ്ടാത്ത ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 10ന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് സ്റ്റുഡൻസ് വിളിച്ചിരുന്നത് തന്നെ മൈക്ക് എന്നായിരുന്നു. എല്ലാ പ്രോഗ്രാംസിനും ഹോസ്റ്റ് ചെയ്യാനും എല്ലാ പ്രോഗ്രാംസ് കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു.
അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ശരിക്കും ചെറുപ്പത്തിൽ ആരാവാനായിരുന്നു ആഗ്രഹം എന്നുള്ളത്. ഞാൻ ഒരു ഒരു 5th സ്റ്റാൻഡേർഡ് ഒക്കെ വരെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ടീച്ചർ ആവണമെന്നായിരുന്നു. അത് കഴിഞ്ഞു കുറച്ചൊരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയ സമയത്ത് എനിക്ക് സൈക്കോളജിസ്റ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സൈക്കോളജിസ്റ്റ് ലൈക്ക് നമുക്ക് മൈൻഡ് പഠിക്കണം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റണം, ഒരുപാട് ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. +1 കയറുന്ന സമയത്താണ് ശരിക്കും സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണെന്നും അതൊരു സർവീസ് അല്ലാന്നും ഞാൻ മനസ്സിലാക്കുന്നത്. +1 +2 സോഷ്യൽ വർക്ക് പഠിച്ചു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സോഷ്യൽ വർക്ക് കേൾക്കുന്നത് പോലും കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കേണ്ട പുസ്തകങ്ങൾ കിട്ടിയ സമയത്താണ് ഞാൻ സോഷ്യൽ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കണത്. അങ്ങനെ സോഷ്യൽ വർക്കിലൂടെ പോയി. സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിലുള്ള റിസർച്ചസും അതിലുള്ള റിസോഴ്സ് കാര്യങ്ങള് എല്ലാം, നമ്മളിപ്പം ചെയ്യുന്ന പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം എല്ലാം നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തി. ഒരുപാട് നല്ല ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഇപ്പം മെന്റൽ ഹെൽത്ത് സെന്ററിൽ പോലും നടക്കുന്ന ഒരുപാട്, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സോഷ്യൽ വർക്ക് കാരണമാണ്. കാരണം നമ്മളെപ്പോലെ നമുക്ക് ഇപ്പം പോലും കിട്ടുന്ന ഈ ഒരു ടോട്ടൽ ബ്ലെസ്സിങ് കിട്ടാത്ത ഒരുപാട് പേര് നമ്മളുടെ ചുറ്റുമുണ്ട്. ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മളൊരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ആ മീറ്റിംഗ് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള റിസോഴ്സ് ഇല്ലാത്ത പല ആളുകളുണ്ട്. ലൈഫിൽ ലൈഫ് സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് ലൈഫ് വേണ്ട അല്ലെങ്കിൽ ലൈഫ് മടുക്കുന്ന ആളുകൾ പല ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ മീറ്റ് ചെയ്തിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇംഗ്ലീഷ് എടുക്കുന്നതും ഗുരുവായൂരപ്പൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നതും. ഗുരുവായൂരപ്പൻ കോളേജിലും ഒരു നൈസ് ഒരു കോളേജ് ലൈഫ് ആയിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാം. ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല, അറ്റൻഡൻസ് ഫുള്ളായിരുന്നു, ഭയങ്കര അഹങ്കാരമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിസ്ന മാമിനൊക്കെ അറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. മാമും കോളേജിൽ ഒരുപാട് കോർഡിനേഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. ഒരു ക്ലാസ്സിലും കയറിയില്ല, ഒരു സബ്ജക്റ്റും പഠിക്കൂല, പക്ഷേ എനിക്ക് അറ്റൻഡൻസ് ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിന്റെയും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടാവും. പ്രിൻസിപ്പളിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രിൻസിപ്പൾ നീ പ്രോഗ്രാംസ് ചെയ്താൽ മതി, ക്ലാസ്സിലൊന്നും കയറണ്ട, പൊക്കോ എന്നുള്ള രീതിയിലായിരുന്നു പ്രിൻസിപ്പൾ പോലും എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രോഗ്രാംസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ ഒരു രീതിയിൽ. പക്ഷേ ഉള്ള പ്രോഗ്രാംസ് ഒക്കെ പെർഫെക്റ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പ്രോഗ്രാംസിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഥയുടെ ട്വിസ്റ്റ് ഇവിടെ ഒന്നുമല്ല. ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോബ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ കുറച്ച് ഇംഗ്ലീഷിന് ട്രെയിനിങ് ചെയ്തു. അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ആയിരുന്നു. ഇംഗ്ലീഷ് പ്ലസിലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ അവിടുത്തെ കുറച്ച് വർക്ക് പ്രഷറും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടുന്ന് പിന്നെ എനിക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യണം, വീട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ അവിടുന്ന് ലീവ് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് അഡ്മിഷൻ കൗൺസിലിംഗ് ആണ്. ഞാൻ അഡ്മിഷൻ കൗൺസിലിംഗ് ചെയ്തു. ഒരു രീതിയിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതായത് നല്ല രീതിയിൽ എനിക്ക് ക്ലോസിങ് വരുന്നുണ്ട്. കാരണം നമ്മളുടെ ഒക്കെ ഒരു കീ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. സംസാരിച്ച് അങ്ങ് വീത്തിടുക, ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലോസിങ് വരുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്കിംഗ് എൻവയോൺമെന്റ് ഓക്കെയാണ്. പക്ഷെ സമാധാനം ഇല്ല, സന്തോഷമില്ല. അപ്പം അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും കിട്ടിയവർക്ക് അഡ്മിഷൻ കൗൺസിലിംഗ്. അങ്ങനെ അഡ്മിഷൻ കൗൺസിലിങ്ങിന് ജോയിൻ ചെയ്തു. നല്ല രീതിയിൽ ഏകദേശം ഒരു 1 വീക്കിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 15 lakhs ക്ലോസിംഗ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ഹെവി ക്ലോസിംഗ് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്നും ആ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഒരു 2 വീക്ക് ആയപ്പോഴേക്കും അവിടുന്ന് ഇറങ്ങി. കാരണം എന്താ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ചെയ്യാൻ. ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, കോള് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, രാത്രി വീട്ടിൽ പോകുന്നു, വീണ്ടും രാവിലെ വരുന്നു, ക്ലോസ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. ഞാൻ എവിടൊക്കെ എൻ്റെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, എവിടൊക്കെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്നത് മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ലാംഗ്വേജ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇതല്ല എൻ്റെ റൂട്ട്, ഇതൊന്നും അല്ല. അത് കഴിഞ്ഞ് പിന്നെ
ഒബിയസ്ലി വേറെ ചേഞ്ചസ്, അതായത് ഇവന്റിന്റെ കോർഡിനേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഡ്യൂട്ടി വിളിച്ച സമയത്ത്, ഒരു ഹൈലൈറ്റിൽ ഒരു പ്രോഗ്രാമിന് വിളിച്ച സമയത്ത് ഒരു ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇവന്റ് ആയിരുന്നു ഡ്യൂട്ടി. ഇവന്റും അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണുക, അവിടെ ക്ലാസ് എടുത്തു കൊടുക്കുക, അവർക്ക് UG PG കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതായിരുന്നു ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും വന്നത് അഡ്മിഷൻ കൗൺസിലിംഗ്. അവിടെ കോളേജുകളിൽ പോകുന്നില്ല, അവിടെ ഇവന്റ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് കുട്ടികളെ വിളിക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അവിടുന്ന് ഏകദേശം 1 മാസം 2 മാസത്തിനുള്ളിൽ അവിടുന്ന് ഇറങ്ങി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒബിയസ്ലി ഞാൻ വിചാരിച്ചത് റെക്ടിഫൈ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത്. റെക്ടിഫൈ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്താ? ഞാൻ ഇതുവരെ ചെയ്തതിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഏക ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തു കൊടുക്കലും. വേറെ ഏത് ജോബിന് പോയിട്ടും വേറെ എവിടെയായിട്ടും എത്ര വർക്കിംഗ് എൻവയോൺമെന്റ്, അടിപൊളി വർക്കിംഗ് എൻവയോൺമെന്റ്, എമൗണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സാലറി ഉണ്ട്, ഇൻസെന്റീവ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് ഹാപ്പിനെസ് ഇല്ല. അപ്പം ഞാൻ റെക്ടിഫൈ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ആദ്യമായിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് പേടി കൂടി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെയാണോ, എനിക്ക് ക്ലോസിങ് വരുമോ, എന്നെ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ, എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എടങ്ങേറാക്കിക്കൊണ്ടിരുന്നു. അപ്പയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസിൽ എനിക്കൊരു കോൺഫിഡൻസ് വേണം, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് സപ്പോർട്ട് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് ആലോചിച്ചാണ് ഞാൻ എവിടെ എത്തുന്നത്, യുണീക്നെസ് പ്രോഗ്രാംസിന് എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ യുണീക്നെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ എന്താവണം എന്നുള്ളിടത്തുള്ള ഒരു സപ്പോർട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്ലോസ് ആയിട്ടുള്ള, ഈവൻ യുണീക്നെസ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്റെ പോസ്റ്റേഴ്സും എന്റെ കാര്യങ്ങളും എല്ലാം ഇടാനും എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ഒരുപാട് നല്ല നല്ല സോൾ, അല്ലെങ്കിൽ നല്ല ഹൃദയമുള്ള ആളുകളെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് യുണീക്നെസ്സിൽ. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സെൽഫ്, അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് ആളുകൾ നോക്കിയിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കാത്തിരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയാ, ഞാൻ ഈ നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസം ചെയ്യണം എന്ന് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വന്നോളും എന്ന് മനസ്സിലാക്കിയതും യുണീക്നെസ് എന്ന് തന്നെയാണ്. അപ്പം ഏകദേശം ഇപ്പം എനിക്ക് ഏകദേശം ഒരു 1000+ സ്റ്റുഡൻസ് റെക്ടിഫൈ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഏകദേശം 1000 എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ ഒറ്റൊരു കമ്മ്യൂണിറ്റിയിൽ 1000 ഉണ്ട്. ഏകദേശം 3 കമ്മ്യൂണിറ്റി ഇപ്പം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് ഏകദേശം 1000ഓളം സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ക്ലാസ്സസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ പെയ്ഡ് ആയിട്ട് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പം അവര് സക്സസ്ഫുൾ ആയി എന്നുള്ളതിലല്ല, അവര് സക്സസ് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയുന്ന സമയത്ത്, ഇപ്പം മിസ് മാം നേരത്തെ പറഞ്ഞു, നമ്മള് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ക്ലാസ് കേട്ട് നമ്മളുടെ ട്രെയിനറായി വീണ്ടും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷം സെയിം ആണ് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നു, അവര് ഇംഗ്ലീഷിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് അവര് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട്, അവരൊരു ഒരു ഡോക്ടർ അല്ല, ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പം ആള് ഒപ്റ്റോമെട്രിയില് അവള് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് പറഞ്ഞു, ഒരു ദിവസം ഞാൻ ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്തു. ലൈക്ക് അവരെയും കാട്ടിലും അന്നത്തെ സന്തോഷം ചിലപ്പോ എനിക്കായിരിക്കും. കാരണം ലൈഫിൽ ഫസ്റ്റ് ഞാൻ കാരണം ഒരു ചേഞ്ച് വരികയാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം ഇതൊക്കെ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആകെ ഒരു ലൈഫേ ഉള്ളൂ.
നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മളുടെ ലൈഫ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയൊക്കെ തോറ്റു. ഇപ്പം ഇപ്പൊ നമ്മൾ നോർമലി, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു, എന്റെ കഥ കേട്ട് ബോറടിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്ത് തന്നെ ഇല്ല, അല്ലെ? അപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ നമുക്കിപ്പോ അറിയാവുന്ന ഒരാളെ എടുക്കാം. ഓക്കെ, എം എ യൂസുഫ് അലി. ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരാളെ എടുക്കുവാണ്, എം എ യൂസുഫ് അലി. യൂസഫ് അലിക്ക് ഒരുപാട് ലുലുമോൾ ഉണ്ട്, ഒരുപാട് നല്ല രീതിയിൽ ഇൻകം വരുന്ന ഒരാളാണ്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാമാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇൻകം ഇപ്പൊ അറിയാതെ പോലും കയ്യിലേക്ക് വരുന്ന ഒരാള് വീണ്ടും വേറെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ? ഇല്ല, അല്ലെ? നമുക്ക് ഇൻകം വരുന്നുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും റൺ ചെയ്ത് പോകുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, ലൈഫ് ഓക്കെയാണ്. പക്ഷെ വീണ്ടും നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്. അതിന്റെ കാരണം എന്താ? ശരിക്കും ലൈഫിൽ സക്സസ് അറിഞ്ഞ ആളുകൾ വീണ്ടും 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 ഓരോ കാര്യങ്ങളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇത് പറയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലൈഫിൽ സക്സസ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് പോലും വീണ്ടും ഡ്രീംസ് ആണ്. ഞാൻ അത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. ഇപ്പം നമ്മളുടെ ഹഫ്സൽ സർ തന്നെ നോക്കിക്കഴിഞ്ഞാല്, ഇപ്പം നമുക്കൊരു പുതിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ്? അപ്പം ആ ഒരു പുതിയ കമ്മ്യൂണിറ്റി, ഗ്രോത്തെക്സ് എന്ന് പറയുന്ന പുതിയ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത് വെച്ചിട്ട് ഒരുപാട് മെമ്പേഴ്സിന്, ഞാനും അതിലെ ക്ലാസ് കേൾക്കുന്ന ഒരാളാണ്, ഒരുപാട് മെമ്പേഴ്സിന് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ ഓൾറെഡി സാറ് തന്നെ വേറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് മാത്രം മതി എന്ന് വിചാരിച്ച് സാറ് ഇരുന്നാൽ മതി. പക്ഷെ സാർ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രീം മുന്നോട്ട് പോവാത്തത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീമിന് എവിടെയാണ് സ്റ്റെക്ക് വരുന്നത്? എന്താണ് നിങ്ങൾ നേരിടുന്ന ഒരു ഇഷ്യൂ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാവോ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് അയക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഞാനും ഒരിക്കലും പറയുന്നില്ല റെക്ടിഫൈ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഇല്ല. കാരണം ഒരുപാട് ജഡ്ജ്മെന്റ്സ് വരാറുണ്ട്, ഒരുപാട് ഇപ്പൊ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ച ആളുകൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ശരിക്കും എന്താണ് നിങ്ങളുടെ മനസ്സിൽ, ഓക്കെ, ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അല്ല, പക്ഷെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തൊരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഒരാളെയും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് പറയാനോ ഒന്നുമല്ല, ജസ്റ്റ് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് ശരിക്കും ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആർക്കും ഒന്നും പറയാനില്ലേ? ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ജസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചാലും മതി, എന്താണ് നിങ്ങളുടെ ഇഷ്യൂ? മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട്, യെസ്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? കൺസിസ്റ്റൻസി. സോഷ്യൽ മീഡിയയിൽ വന്നതിന് ജഡ്ജ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ള പേടി. ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ വരുന്ന നിങ്ങൾക്ക് വായിച്ചു തരികയാണ് കേട്ടോ. ഓക്കെ. കൺസിസ്റ്റൻസി, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഓക്കെ, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നെന്നുള്ളത് നമുക്ക് തോന്നുന്നതാണോ അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നതാണോ? അതും കൂടി ഒന്ന് ക്ലിയർ ആക്കണേ. നമുക്ക് തോന്നുന്നതാണെങ്കിൽ നമുക്ക് അതിലൊരു എക്സൈറ്റ്മെന്റും ഇല്ലാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഹലോ, പറഞ്ഞോ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. പറ. ഞാന് ഇൻസ്റ്റയിൽ ഇങ്ങനെ റീലൊക്കെ ഇടുന്ന ആളാണ്, വോയിസ് ഓഫ് സെമിനാർ. ഓക്കെ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞോ. അപ്പൊ നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യമാണിത് അധികവും. അധികം ഫാമിലീസിനൊക്കെ ചോദിക്കണതാണ്, എന്തിനാണ് ഡെയിലി ഇങ്ങനെ പോസ്റ്റ് ചെയ്യണത്, ഡെയിലി റീൽസ് എന്തിനാണ് ചെയ്യണത്, എപ്പോഴെങ്കിലും ഒക്കെ ഇട്ടാ പോരെ, ഒരു റീലൊക്കെ ഇട്ടാ പോരെ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ നമ്മള് കൺസിസ്റ്റൻസി ഇതുവരേക്കും
മുടങ്ങാതെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തു പോണ റീൽ ഇങ്ങനെ പോസ്റ്റ് കൊണ്ടിരിക്കണം. അതിപ്പോ കല്യാണമാണെങ്കിൽ ശരി, എന്താണെങ്കിലും ശരി, ആ ഒരു കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മള് പ്രസന്റേഷൻ മീൻസ് അപ്പൊ എന്താണോ മൈൻഡ് വരുന്നത് അതാണ് ഞാൻ പറയാ. അല്ലാണ്ട് എഴുതി വെച്ചിട്ടോ അങ്ങനൊന്നുമല്ല. ചില ആൾക്കാർ പറയും എഴുതി വെച്ചിട്ട് പറഞ്ഞൂടെ, പഠിച്ചിട്ട് പറഞ്ഞൂടെ, ഐഫോൺ വാങ്ങിട്ട് ഇതാക്കിക്കൂടെ, അങ്ങനെ ഒരുപാട് കോംപ്ലിമെന്ററി നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക എന്നുള്ളതാ. ജസ്റ്റ് ഡു ഇറ്റ്, അതാണ് ചെയ്യുക. ഇവരെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ചെയ്യൂല. ഇവരെ സ്ഥിതി എന്താ വെച്ചാൽ ചെയ്യണവരെ ചെയ്യാനായിക്കൂല, എന്നാ അവരിട്ട് ചെയ്യൂല എന്നുള്ള പോലെയാണ്. പണിയെടുക്കണവരെ പണിയെടുക്കാനും അയക്കൂല, അവരിട്ട് പണി ചെയ്യൂല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഞാനതിപ്പോ മെയിൻ ആക്കലില്ല. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാന് എന്താ നിങ്ങൾ ഇവരിങ്ങനെ പറയണ വിചാരിച്ചിട്ട് കരയാനൊക്കെ നിർത്തിയിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മളത് എന്ത് ചെയ്യും, അവരെന്താ വെച്ചാ പറഞ്ഞോട്ടെ, നമ്മക്കാരെ എന്താണ് ഏതാണെന്നുള്ള രീതിയിൽ കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം, അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത്. കാരണം ഒരു ദിവസം നമ്മൾ ഇട്ടിട്ട് എങ്ങനെ പിന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുകയാണല്ലോ. നമ്മളൊരു ഫ്ലോയില് ഒരു ഒരിക്കലും അതിന് പോവുകയാണെങ്കിൽ യെസ്. അപ്പൊ ജസ്റ്റ് പറയണേ, എന്താ ബാക്കിയുള്ള ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കണ ക്വസ്റ്റ്യന് എന്തിനാണ് ഇതൊക്കെ ചെയ്യണേ എന്നുള്ളത്. അവർക്ക് സത്യം പറഞ്ഞ പർപ്പസ് എന്താന്ന് അറിയൂല, അതുകൊണ്ട് അവൻ ചോദിക്കണത്. നമ്മൾക്ക് എന്തുണ്ട്, പർപ്പസ് ഉണ്ട്, പർപ്പസ് എന്താന്ന് അറിയാം. അത്ര തന്നെ. സോ താങ്ക് യു. താങ്ക് യു. ഇതിനുള്ള ജസ്റ്റ് ഒരു ആൻസർ ഞാൻ തരാം. ഞാൻ യുണീക്ക് എക്സിന്റെ ലാസ്റ്റ് ദിവസത്തിൽ ഞാനൊരു തോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു തോട്ട് എല്ലാവരുടെ മൈൻഡിലും നിങ്ങൾ വെക്കണം. ഇത് എനിക്ക് എന്റെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു തോട്ടാണ്. ലെറ്റ് ദം ലാഫ് ഓൺ യു, ലേറ്റർ ദേ വിൽ ക്ലാപ്പ് ഫോർ യു. ഞാൻ പറഞ്ഞുതരാം അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്യാട്ടോ. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോസ് ഇടുന്ന സമയത്ത്, നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഫസ്റ്റത്തെ 3 വീഡിയോസ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ 4ാമത്തെ വീഡിയോ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നു. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പോക്കുക, ഇടൂല. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം സമീഹ എന്നാണ് പേര് അല്ലെ? ഓക്കെ, സമീഹനെ വെച്ചിട്ടുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. സമീഹ ഇപ്പൊ റീൽ ഇടാൻ തുടങ്ങി. സമീഹ ഇടുന്ന റീലിന് കോണ്ടന്റ് ഉണ്ട്. സമീഹ ഇടുന്ന റീല് സമീഹ ഏറ്റവും അത്രയും വിശ്വസിച്ച് അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവും. നിങ്ങളോട് എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ, ഏതെങ്കിലും ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ മാസത്തിൽ ഇത്ര എമൗണ്ട് ഉണ്ടാക്കാലോ, ഇതൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷേ ഒരു ദിവസം സമീഹയുടെ റീല് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സമീഹ ഇടുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ ഒരു റീലെങ്കിലും ഒരു 1 മില്യൺ അല്ലെങ്കിൽ ഒരു 10K മുകളിലൊക്കെ കയറി സമീഹക്ക് കുറച്ചും കൂടെ ഫോളോവേഴ്സ് കൂടുന്ന സമയത്ത്, ഈ സമീഹനെ കളിയാക്കിയിട്ടുള്ള ആളുകള്, സമീഹനോട് ഓൾറെഡി വേണ്ട, ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ സമീഹനോട് എന്താ പറയാ വേറെ പണിക്ക് പോയി ജീവിച്ചൂടെ എന്ന് ചോദിച്ച ആളുകൾ, ഇവര് തന്നെ സമീഹയുടെ അടുത്ത് വരും. ഒരു കൊളാബ് ചെയ്തു തരോ, ഒന്ന് എന്റെ കൂടെ വന്നു തരുമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കൂടെ കൂട്ടുവോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരുമോ, ഇത് ചോദിക്കും. ചോദിച്ചു വരുന്നുണ്ട്. യെസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവരൊക്കെ ഫസ്റ്റ് നമ്മളുടെ സ്വന്തക്കാരാ. പക്ഷെ അവര് അത് ആലോചിക്കുക പോലും ഇല്ല. പക്ഷെ നമ്മൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു ടോപ്പിൽ എത്തിന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഹെൽപ്പ് ചോദിക്കും. അപ്പം അവര് പറയും, ഞാൻ എന്റെ സ്വന്തം ആളല്ലേ, ഞാൻ എന്റെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളല്ലേ, ഇങ്ങനെ അവര് പറയും ഇല്ലേ? ഡെഫിനറ്റ്ലി. അപ്പം അതാണ് നമ്മള് ഒന്ന് ഹൈ പൊസിഷനിൽ എത്തുന്ന ടൈമില് വരുമല്ലോ ആൾക്കാര്, എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ എന്താ അറിയില്ല, ഇതുവരേക്കും വരാത്ത ഫ്രണ്ട്സുകള്, LKG UKG എന്നൊക്കെയുള്ള ഫ്രണ്ട്സുകള് ഓക്കെ വന്ന് മെസ്സേജ് അയക്കണൊക്കെ, കല്യാണത്തിന് വിളിക്കണേ, അങ്ങനെ പലത്. ഇപ്പൊ 4ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ്. അപ്പൊ ഇതുവരേക്കും ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പൊ വരിക കൊളാബിനായിട്ട്. അനിയത്തി കാര്യം ഇതുവരേക്കും എന്തിനാന്ന് പറഞ്ഞാല്, അനിയത്തി ഞാൻ വീഡിയോ എടുത്തരാ, ചീത്ത അറിയില്ല ആദ്യം ചെയ്യണത്, വീഡിയോ എടുത്ത് തരണം എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഉമ്മക്ക് ഭയങ്കര എന്താ പറയാ, എന്തിനാണ് ഇതൊക്കെ എത്ര ആൾക്കാർ കാണുന്ന പറഞ്ഞു.
ഉമ്മയാണ് നിനക്ക് ഫോട്ടോ ഒക്കെ അയച്ചത് കിട്ടുന്നത് സ്റ്റോറി ഇടാന്. അപ്പൊ അങ്ങനെ ഒരു രീതിക്ക് ഒരു, കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തരുന്ന സമയത്ത് ഒരുപാട് റിജക്ഷൻസ് ഉണ്ടാവും. കുറെ കിട്ടിയ എന്തിനാണ് ഏതിനാണ്. ഇന്റെ പണി എന്താ വെച്ചാ വീട്ടില് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങും, മുങ്ങും. അടുത്തടുത്ത് കുറെ കസിൻസിന് വീടുണ്ട്, അവിടെ പോയിട്ടിരിക്കും ഞാന്. പിന്നെ ഞാൻ വീട്ടിൽ പോവുകയില്ല, പിറ്റേ ദിവസം വീട്ടിൽ പോകും. അങ്ങനെ കഴിയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പോയിന്റ് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളിലേക്ക് തന്നെയൊക്കെ വരിക എന്നുണ്ടെങ്കിൽ, കാരണം അവർ ആ സമയത്ത് മനസ്സിലായി തുടങ്ങി ഇവളോട് പറഞ്ഞിട്ട് കാര്യം, ഇവളുടെ അടുത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിക്ക്. ആദ്യം ഇരുന്നപ്പോ വെറുതെ പറയാണ്, പെട്ടെന്ന് ആവില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള ടോക്കൊക്കെ വരും. ഇപ്പൊ അതിങ്ങനെ അറിഞ്ഞോണ്ടിരിക്കണം. ഓക്കെ, അതില് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരിക്കലും ബാക്കിയുള്ള ആളുകളെ അതായത് നമുക്ക് ഒരിക്കലും അവരുടെ മൈൻഡ് മാറ്റാനോ കാര്യങ്ങളോ ഒന്നും കഴിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ കാരണം ഒരാളെയും ഉപദ്രവം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാരണം ഒരാൾക്ക് ഒരു എന്താ പറയാ സങ്കടം വരിക, അല്ലെങ്കിൽ നമ്മൾ അവരുടെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവര് കാരണം എന്തെങ്കിലും നമ്മൾ കാരണം അവരെന്തെങ്കിലും ബുദ്ധിമുട്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന എന്താണോ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഈവൻ റീലിന്റെ കോണ്ടന്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് തന്നെ ഫസ്റ്റ് ഒരു വിശ്വാസം വേണം. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഇത് നല്ലൊരു കോണ്ടന്റ് ആണ്, ഇത് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദാറ്റ്. ഒരാളെയും നോക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു സോ മച്ച് സ്റ്റോറീസ് എല്ലാം പറഞ്ഞതിനും. അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഒരു പ്രചോദനമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്ന ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഈ ജഡ്ജ്മെന്റിൻ്റെതും ഞാൻ പറയുന്നത് ഇത് തന്നെയാട്ടോ. ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്ത് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും, നമ്മൾ അത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഇപ്പം നോർമലി നിനക്ക് പണിക്ക് പോയിക്കൂടെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പക്ഷെ അത് നമ്മൾ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ സപ്പോർട്ട്, നമ്മൾ ബാക്കിയുള്ള ആളുകൾ വന്നാലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ, നല്ല എന്താ പറയുക കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഇവര് സപ്പോർട്ട് ചെയ്താലേ അവര് സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നും സീറോ തന്നെ ആയിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ സീറോ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജഡ്ജ്മെന്റ് ഉണ്ടാവും, അതേപോലെ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് ജഡ്ജ്മെന്റ് ഉണ്ടാവും, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ ആണോ എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ കുറവുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈവൻ ഇന്ന് ഇപ്പം നമ്മളുടെ ടൈം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഹെവി റോള് വഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇന്നത്തെ ടൈം നാളേക്ക് കിട്ടൂല, നാളത്തെ ടൈം മറ്റന്നാളത്തേക്ക് കിട്ടൂല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റക്ക് ഉണ്ടാവും. പക്ഷെ നമ്മളിൽ തന്നെ വിശ്വസിച്ച് നമ്മളൊന്ന് കാമാക്കി, നമ്മൾ കുറച്ച് ടൈം നമുക്ക് കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സ്റ്റക്ക് പോലും നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അതായത് ലൈഫിൽ ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ടായി രണ്ടാമത്തെ ദിവസം തന്നെ 100,000 ആളുകളെ ക്ലോസ് ചെയ്തിട്ടുള്ള ആളുകളൊന്നും ഇല്ല ലൈഫിൽ. ഒരാൾക്കും അങ്ങനെ ചെയ്യാനും പറ്റൂല. അതിന് ഹാർഡ് വർക്ക് വേണം, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ ഏറ്റവും ലാസ്റ്റത്തെ കൺസിസ്റ്റൻസി സത്യം പറഞ്ഞ ഒരു പ്രശ്നമാണ്. എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്ന ഒരു കാര്യമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ശരിക്കും ചെയ്യാൻ, നമ്മൾ ആ ഒരു സാധനത്തിൽ നല്ല രീതിയിൽ ആഗ്രഹം കൊടുക്കുക, അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ, ഇപ്പം ഞാൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇമാജിൻ ചെയ്യാം. എങ്ങനെ ആയിരിക്കും, ഓക്കെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യത അല്ലേ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ സക്സസ്ഫുൾ ആയി നമ്മളുടെ ഫാമിലീസിനൊക്കെ നമ്മൾ തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് വേണ്ട ആഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൽ അവര് സന്തോഷിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇരട്ടി മധുരം, അതൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈം മാനേജ്മെന്റ് പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ട്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്തിനാ സമയം ഇല്ലാത്ത? ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ചെയ്യാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലൈഫിൽ എന്താ ചെയ്യുന്നത്?
ഇപ്പൊ ടൈം മാനേജ്മെന്റ് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിനർത്ഥം. നമ്മൾ ആർക്കോ വേണ്ടി ജീവിക്കുക, അവര് പറയുന്നത് കേൾക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അവര് പറയുന്ന കാര്യങ്ങൾ നോക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ജീവിക്കുക. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ഒരു ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണില്ല. അതുകൊണ്ടാണ് നമുക്ക് ടൈം ഇല്ലാത്തത്. അതേപോലെ പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ട്, ആ പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം അത്രമേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ നല്ല രീതിയിൽ ഒരു കാര്യം ആഗ്രഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയും, ഈ പോസിബിൾ ആണോ എന്നുള്ള ഡൗട്ട് ഒരു കോൺഫിഡൻസിന്റെ പുറമെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഞാൻ റെക്ടിഫൈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അഡ്മിഷൻ ഒക്കെ എടുക്കുന്നത് പോസിബിൾ ആണോ, ആരെങ്കിലും എനിക്ക് തരുമോ എന്നുള്ള ഡൗട്ടൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ആ ഒരു ഫസ്റ്റ് പേഴ്സൺ, റെക്ടിഫൈയിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ എനിക്ക് അഡ്മിഷൻ എടുത്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന സന്തോഷം അത് ശരിക്കും വേറെ തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ സ്ഥാനം കൊടുക്കുക. അപ്പം ഞാൻ ആകെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച 2 കാര്യം ഇന്ന്. ഒന്ന്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, ചെക്ക് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളെ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിനെ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നിങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വേറെ ഒരാളും വിശ്വസിക്കൂല. നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എല്ലാവരെയും നിങ്ങൾ സന്തോഷപ്പെടുത്തും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ കഴിയൂല. സോ റെസ്പെക്ട് യുവർ സെൽഫ്. ഓക്കെ, ഗിവ് ടൈം ടു യുവർ സെൽഫ്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യുവർ സെൽഫ് ഇസ് ബീങ് ഹാപ്പി. നിങ്ങളുടെ സെൽഫിനെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇത്ര മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ സെൽഫ് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ സെൽഫിന് എന്താ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ സ്നേഹിച്ച് നിങ്ങളുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാൻ പറയുന്നു, ലൈഫിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ സെൽഫിനെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മളുടെ കംഫർട്ട് സോൺ, അതായത് നിങ്ങളിപ്പം എവിടെയാണോ, നിങ്ങളെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ ഉള്ളത്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജവും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുള്ളൂ. അപ്പം സോ ഞാൻ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ടൈം ആയിട്ടുണ്ട്. ഏകദേശം 9:20 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് ജസ്റ്റ് പറയാ. അതിനു മുൻപേ ഞാൻ ഓൾറെഡി നിങ്ങളെ കണ്ണ് പൂട്ടി വെച്ച് നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇപ്പം ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മള് രണ്ട് രീതിയിൽ, ഇതും കൂടെ ഞാൻ പറയാം, 2 രീതിയിൽ നമ്മൾ ആളുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മള് ഒരു ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെങ്കിലും ഒന്ന് ജീവിക്കണം, എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഒന്ന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവർക്ക് ഇഷ്ടമില്ലാത്ത പണിയായിരിക്കും എടുക്കുന്നത്. ഞാൻ അഡ്മിഷൻ കൗൺസിലിംഗ് എടുത്തതുപോലെ. ഓക്കെ, അവർക്ക് ഇഷ്ടമില്ലാത്ത പണിയായിരിക്കും എടുക്കുന്നത്. പക്ഷെ അവർക്ക് പൈസ കിട്ടുന്നുണ്ടാവും, അവർ പൈസ ചെലവാക്കുന്നുണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡ്യൂട്ടിക്ക് പോകുന്നു, രാത്രി ഉറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകുന്നേരം ഉറങ്ങുന്നു. ഇത് തന്നെ ഒരു റൂട്ടീൻ. പ്രത്യേകിച്ച് സന്തോഷമില്ല, പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവരുടെ ആഗ്രഹത്തിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലാത്ത ആളുകൾ. എന്നാൽ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയാം, എനിക്കൊരു ടോട്ടൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാലറി അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പുതിയ ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ ഒരു എമൗണ്ട് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ നമ്മളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് ഡ്രീംസിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന 2 രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം
ഫസ്റ്റിൽ നമ്മളുടെ ആഗ്രഹം എന്തായിരുന്നോ ആ ആഗ്രഹത്തിന്, കുട്ടിക്കാലത്ത് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഇപ്പം ഇനി മുതലുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും, ഈവൻ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ റെക്ടിഫൈ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നോക്കുന്ന സമയത്ത് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എനിക്ക് യുണീക്ക് എക്സ് എന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗ്രോത്തും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട് സ്റ്റുഡൻസിനെ എല്ലാവരെയും. അപ്പം എനിക്ക് വരുന്ന സ്റ്റുഡൻസിന് നല്ലൊരു രീതിയിലുള്ള ഒരു ഗ്രോത്ത്, ഒരു ടോട്ടൽ ഡേയ്സ് തന്നെ നമ്മൾ ഇപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിന് പുറമെ നമ്മൾ ഇതും കൂടെ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പം ആർക്കെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടും ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജും നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് റെക്ടിഫൈയിൽ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു നിസ മാം, താങ്ക് യു. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ പറയട്ടോ, റെക്ടിഫൈ ഇംഗ്ലീഷ് എന്നല്ലേ? റെക്ടിഫൈന്റെ ഐ ഡി വരുന്നത് ജസ്റ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. 1-2 ആൾക്കാർ ജോയിൻ ആക്കണം പറയുന്നുണ്ട്. റെക്ടിഫൈ ഇംഗ്ലീഷ് എന്നുള്ളതാണ് പേജിന്റെ ഐ ഡി. പിന്നെ ഒന്നുള്ളത് ഫാത്തിമ നജ എന്നുള്ളതായിരുന്നു മാമിന്റെ പേഴ്സണൽ അക്കൗണ്ട് വരുന്നത്. രണ്ടിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ റിപ്ലൈ ഒക്കെ തരും. ആള് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ട്രെയിനർ ആണ്, പ്ലസ് ഈ ഒരു ട്രെയിനിങ് ക്വാളിറ്റീസും കൂടെ മാം ശ്രമിക്കാറുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ് എടുത്തപ്പോൾ ഒരു എനർജി മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. സിമ്പിളി കുറെ തിയറീസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടെ ക്ലാസ് ആയാലും പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അല്ല ലാസ്റ്റ് സെഷന്റെ പോലെ തന്നെ നല്ല ഒരു എനർജി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടു എൻഡ്, ഒരേ എൻഡില്. പിന്നെ ഇതുവരെ യൂണിക് എക്സിൽ ട്രെയിനേഴ്സ് ആയാലും ആരും അവരുടെ ജേർണി ഷെയർ ചെയ്യാറില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി ഞാൻ എവിടെ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ വേറെ ആദ്യം എക്സാമ്പിൾ പറയുന്നതിന് പകരം നോട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഞാൻ ഓർക്കുന്നുണ്ട് ഗ്രോത്ത് എക്സിൽ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ആളെ ജേർണിയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സുഹൈൽ സർ ഇവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കറക്റ്റ്ലി ഈസിലി ആളുകൾക്ക് കണക്റ്റബിൾ ആയിരിക്കും. അതായത് വേറെ ആർക്കും അല്ലല്ലോ, ആളെ പറയുമ്പോൾ ആളെടുത്തിന് ചോദിക്കാൻ പറ്റും. ഇപ്പം അഡ്മിഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു, അവിടെ എനിക്ക് എമൗണ്ട് കാരണം ഇപ്പം എല്ലാവരും പ്രശ്നം നമുക്ക് എമൗണ്ട് ഉണ്ട്, ഇൻകം ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷെ ഒരു ധൈര്യം ഇല്ലായിരുന്നു. ഈ ജോബ് കിട്ടിയത് അടുത്തത് കിട്ടുമോ, കുറേ ഡൗട്ട്സ് ആയിരുന്നു. അവിടെ ധൈര്യപൂർവ്വം ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്നു. പിന്നെ ആളെ ഫാമിലി സപ്പോർട്ടിൽ നിന്നു. ഫാമിലി അടിപൊളിയായി മാനേജ് ചെയ്ത് അതാണ് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും സന്തോഷം. അതുപോലെ തന്നെ അടിപൊളിയായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും കുറേ ആൾക്കാർക്ക്, എൻ്റെ റിലേറ്റീവ്സ് 1-2 ആൾക്കാരൊക്കെ റെക്ടിഫൈയിൽ ജോയിൻ ചെയ്ത് അടിപൊളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? കുറെ ആൾക്കാർ ചാറ്റ് ബോക്സിലും അല്ലാണ്ടൊക്കെ എൻഗേജ് ആയി കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്സാണ്, ഞാൻ ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ഈ ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് ഇപ്പം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യമായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പം ചെയ്യുന്ന കാര്യം ആ ഒരു ജേർണി, അല്ലെങ്കിൽ അതായത് ഇപ്പം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ കാര്യമാണ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പി ആയിരിക്കും ഞാൻ. അതായത് ഇപ്പൊ ഒരു ചേഞ്ച് ലൈഫിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. പറഞ്ഞോളി, കണ്ടിന്യൂ ചെയ്തു എന്നിട്ട് പറഞ്ഞോട്ടെ. ഇല്ല പറഞ്ഞോളൂ, ഞാൻ ജസ്റ്റ് റെക്ടിഫൈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞതാണ്. ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്തില്ലേ? നമ്മളൊരു സ്റ്റുഡന്റ് ആണ് കേട്ടോ നജമ. യുണീക്നെസ് ഫെസ്റ്റ് മുതൽ സ്ഥിര യുണീക് ടോക്ക് ഒക്കെ കേൾക്കുന്നു. പറഞ്ഞോളൂ. ആദ്യം തന്നെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോ 2-3 ക്ലാസ്സുകളിൽ ഉണ്ടാവാറില്ല. ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് ജോയിൻ ചെയ്യാറിട്ട് എൻഡിൽ കുറച്ചെത്തിയപ്പോഴാണ് വന്നത്. സ്റ്റാർട്ടിങ് തൊട്ടിട്ടുണ്ടായിരുന്നില്ല, അത് വേറൊരു ബിസി ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫോണിൽ ചാർജ് ഇല്ല, അതാണ് ഞാൻ വേഗം ഫീഡ്ബാക്ക് വരെ ആദ്യം തന്നെ ഓപ്പൺ ചെയ്തത്. ഇപ്പോ നജ മാം പറഞ്ഞ പോലെ എന്റെ ലൈഫിൽ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ പണ്ട് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഓക്കെ, എനിക്കിങ്ങനെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണമെന്നും കഴിവുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 5th തൊട്ടിട്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് ഞാൻ ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതും ഇപ്പൊ അൽഹംദുലില്ലാ ഒരുപാട് സ്റ്റേജുകൾ ക്ലാസ് എടുക്കാനൊക്കെ പറ്റുന്നു.
പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ ഇപ്പൊ നമ്മൾ കുറെ പേര് പാരന്റ്സിന്റെ ലിമിറ്റേഷൻ പറയുന്നവരുണ്ട്, ടീനേജേഴ്സിന്റെ ഇടയിൽ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. ആദ്യം നമ്മൾ വിശ്വസിക്കണം. അത് ഭയങ്കര ടാസ്ക്കാണ്. അത് എളുപ്പമല്ല. നമുക്ക് തോന്നും അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ ഈ പറയുന്ന സമയത്ത് പലർക്കും മൈൻഡിലൂടെ പോകും, അല്ല എനിക്ക് കഴിയും, ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല. നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ലിമിറ്റേഷൻസ് നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ യൂണിക്നെസ് ഫെസ്റ്റ് വരുന്നതിന് മുന്നേ എന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു ഈ വീഡിയോസ് എടുക്കാൻ പറ്റാത്തത്. അതായത് എന്നോട് ഹഫ്സൽ സാറ് സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്നതാണ്, ഹയ വീഡിയോസ് എടുക്ക്, ട്രൈ ചെയ്യും. അപ്പോഴൊക്കെ എന്റെ മൈൻഡിലുള്ള ലിമിറ്റേഷൻ ആണ്. ബട്ട് അതുപോലെ റിയലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തോന്നും അത് നമ്മളെ ലിമിറ്റേഷൻ അല്ല എന്നുള്ളത്. ബട്ട് നമ്മൾ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെയാണ് നമ്മളെ ബിലീവ് ചെയ്യുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ വീട്ടിൽ നമ്മളെ ബിലീവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ബിലീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒറ്റക്കുള്ള ഒരു സറൗണ്ടിങ് അടിപൊളിയായിരിക്കും. ഇപ്പൊ നമ്മൾ ഒറ്റക്ക് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ആവും, അങ്ങനെ ഇരിക്കും. നമ്മൾ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൊസൈറ്റിന്റെ വാലിഡേഷൻ ഇതിന്റെ പിന്നാലെ ഒന്നും പോകില്ല. ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്ക് ഇതൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങൂല. നമ്മുടെ ഫോക്കസ്ഡ് ആയ പാത്ത് വരും. രണ്ടാമത് നമ്മുടെ പാരന്റ്സ് ഇത് കാണുമ്പോൾ അവരും നമ്മളെ ബിലീവ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ സൊസൈറ്റിക്ക് ഇറങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും സൊസൈറ്റിയിലും നെഗറ്റീവ് ഉള്ളവരുണ്ടാവും, ബട്ട് സ്റ്റിൽ അവിടെയും പോസിറ്റീവ് ഉള്ളവരുണ്ടാവും. അങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ് ഈ യൂണിക്നെസ് ഫെസ്റ്റ് ഒക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾക്ക്. അങ്ങനെ അൽഹംദുലില്ലാ എന്റെ ഒരു ഏജിൽ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയും, എന്റെ പ്രായം എനിക്ക് 18 വയസ്സാട്ടോ, ഞാൻ എന്റെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന കമന്റാ. ബട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവൽ ആവുന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം ഫിക്സ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവൂല. നമ്മൾക്ക് ഇത് അത്രത്തോളം വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കൂല 4 പേർക്കൊരിക്കും. അത് അവര് നെഗറ്റീവ് ആയതുകൊണ്ടല്ല. ഇപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് കുറെ ടെൻഷൻ ഉണ്ടാവും, കുറെ കാര്യങ്ങൾക്ക്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരും, അങ്ങനെ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് കുറെ ആലോചിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജേർണി അവർക്ക് അറിയില്ല. നമ്മളെ ട്രസ്റ്റ് ചെയ്യാന്നല്ല. കാരണം നമ്മളൊരു പ്രോസസ്സിലൂടെ പോവാണ്. ഓരോരുത്തരും ഓരോ പ്രോസസ്സിലൂടെ പോവാ. ഇവിടെ എന്താ അറിയോ, ഇപ്പൊ മാമിന്റെ ലൈഫ് ഷെയർ ചെയ്തില്ലേ? മാം ഷെയർ ചെയ്ത സമയത്ത് ആദ്യം മാമിന് ഇഷ്ടമല്ലാത്തൊരു ജോബ് മാം ചെയ്തു. അത് കഴിഞ്ഞ് മാമിന്റെ ഇഷ്ടത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞില്ലേ? അവിടെ മാം കൊടുത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതെല്ലാരും കൊടുക്കൂല. നമ്മളൊക്കെ ഫിക്സ്ഡ് ആണ്. ഞാൻ പല കുട്ടികളിലും കണ്ടിട്ടുണ്ട്, എനിക്കും അത് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, അതിൽ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മളെ വെക്കരുത്. നമ്മൾ ബാക്കി ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അറ്റ് ദ സെയിം ടൈം ആ കാര്യം ചെയ്യുന്ന ടൈമിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ റുബിക്സ് ക്യൂബ് പഠിച്ച് അതിൽ റെക്കോർഡൊക്കെ മേടിച്ച ആളാണ്. അതിനുശേഷം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മേടിച്ചു, അൽഹംദുലില്ലാ. അതിനുശേഷം വേൾഡ് റെക്കോർഡ് മേടിച്ചു. അതിനുശേഷം ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ താത്ത എപ്പോഴും പറയും, ഈ ഒരു ഡോട്ടുമ്മ കണക്ട് ചെയ്ത പോലെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടാണ് സ്വഭാവം ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഗ്രോത്ത് എക്സ് അറിയുന്ന കമ്മ്യൂണിറ്റി, അതിന് മുന്നേ യൂണിക്നെസ് ഫെസ്റ്റ് 2.0. എനിക്ക് ഏറ്റവും വരെ ഇഷ്ടം എന്താ അറിയോ, ഹഫ്സൽ സാർ ഇവിടെ അല്ല, എന്നാലും ഞാൻ പറയാം, ഹഫ്സൽ സാർ ഇല്ലെങ്കിലും ഈ പ്രോഗ്രാം നടന്നു. അതായത് സാർ എത്ര ബിസി ആണെങ്കിലും യൂണിക്നെസ് ഫെസ്റ്റ് വേറെ ആരെങ്കിലും ഇത് നോക്കിക്കോളും. യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മിസ്സിനെത്തി ആരാണെങ്കിലും അവരത് കണ്ടിന്യൂ ചെയ്ത് ആ കൺസിസ്റ്റൻസി കൊണ്ടുവന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് അവിടെ ആദ്യം സാർ ബിലീവ് ചെയ്തു, സാറിന്റെ കഴിവ് എനിക്ക് കഴിഞ്ഞു. സാറിന്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ തുടങ്ങിയതാ, എല്ലാവരും പോലെ സ്റ്റാർട്ട് ചെയ്തതാ. ബട്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ അതിന്റെ ചേഞ്ച്, ദാറ്റ് മീൻസ് നമ്മളെ ബിലീവ് ചെയ്താലേ എവിടേക്കും എത്തുള്ളൂ. അതാണ് ആദ്യത്തെ പ്രശ്നം. ബാക്കിയുള്ളവരൊന്നുമല്ല പ്രശ്നം, നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ബാരിയർ. വൺസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത് എന്തായാലും എവിടെ എത്താം. ഓ നജ മാമിന്റെ ക്ലാസ് ഉറപ്പായിട്ട് എനിക്ക് ഷുവറാണ്. കാരണം നമ്മൾ കേട്ടിരിക്കാൻ ഭയങ്കര രസമാട്ടോ, മാഷാ അല്ലാ, നല്ല രസമാണ്. എന്തായാലും മാം എന്ത് ചെയ്യാറിയോ, ഞാൻ ഇതിന്റെ കൂടെ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ പറയാനും, മാം ഇനി എക്സ്പ്ലോർ ചെയ്യാം. കാരണം മാമിന് ഇനി അടിപൊളിയാവാൻ പറ്റും, വേറെ ലെവലാവാൻ പറ്റും. കാരണം നമ്മുടെ ഇംഗ്ലീഷും നമ്മുടെ ട്രെയിനിങ്ങും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് വരെ കാണാത്ത കോമ്പിനേഷൻ എത്താം. നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, സെൽഫിന് ടൈം കൊടുക്കുക. ഇത് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അങ്ങനെ സെൽഫിന് ടൈം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ഞാൻ പറയുന്നത് വർക്ക് ചെയ്യേണ്ടെന്നൊന്നുമല്ല, ബട്ട് രാവിലത്തെ മോർണിംഗിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായി, ഒരു അനാലിസിസ് ഒക്കെ നടത്തുകയാണെങ്കിൽ അടിപൊളിയാവും. അതിന്റെ കൂടെ തന്നെ ചൈൽഡിനെ വിടാതിരിക്കട്ടോ. ഞാനത് പറയാൻ കാരണം, പെൻസിലൊക്കെ എടുത്തിട്ട് കുറെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ് കളർ പെൻസിലും പെന്നൊക്കെ എടുത്തിട്ട് ഒരുപാട് കാലമായി പറയുന്നു. ഞാൻ ഇപ്പോഴും അവർ ചെയ്യുന്ന ആളാണ്.
ഞാൻ ഇപ്പോഴും കളർ ചെയ്യും, ഞാൻ ഇപ്പോഴും അങ്ങനത്തെ ഒക്കെ ചെയ്യും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചൈൽഡ് പോയി കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി പോയി, നമ്മൾ അവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഞാൻ അങ്ങനെ പഠിത്ത ഒരു കാര്യം ആലോചിച്ചിട്ടോ, ഇത് നിങ്ങൾക്കൊക്കെ തോന്നിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെറുപ്പത്തില് നമ്മള് വാക്ക് ചെയ്യാൻ, അതായത് നടക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഴും, പക്ഷെ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും. അതേസമയം നമ്മൾ വലുതാവുമ്പോൾ ഒരു ആഗ്രഹത്തിൽ ഒരു തവണ വീണ പലപ്പോഴും നമ്മൾ അവിടെ വീഴും. ഇതെന്തുകൊണ്ടാ പറയുമ്പോ നമുക്ക് എബിലിറ്റി കൂടുന്നു, നമുക്ക് അതിനുള്ള കാപ്പബിലിറ്റി കൂടുന്നു, എല്ലാം കൊണ്ട് നമ്മൾ വലുതാകുമ്പോൾ സ്ട്രോങ് ആണ് ആവുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്? ദാറ്റ് മീൻസ് നമ്മുടെ മൈൻഡ് ലിമിറ്റേഷൻ കൂടുകയാണ്. വലുതാവുന്നിടത്തോളം ലിമിറ്റേഷൻ വരിക ചെയ്യുക. ചെറുപ്പത്തിൽ നമുക്ക് സ്റ്റേജിൽ കയറാൻ പേടിയില്ല, വലുതാവുന്നിടത്തോളം സ്റ്റേജിൽ കയറാനൊക്കെ പേടി വരും. സൊസൈറ്റി എന്ത് ചിന്തിക്കും? ഇമോഷൻസ് കൂടുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കുറയുന്നുണ്ട് എന്നുള്ള. പക്ഷെ എന്റെ കേസിൽ നേരെ തിരിച്ചാട്ടോ, എനിക്ക് ചെറുപ്പത്തിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. വലുതാവുന്നിടത്തോളം ഞാനത് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരുപാട് കിട്ടി. അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, കീപ് എക്സ്പ്ലോറിങ്, ഫ്ലെക്സിബിലിറ്റി ഒരിക്കലും കുറയ്ക്കരുത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഫീൽഡ് ആവണമെന്നില്ല നമ്മളത്. നമ്മൾ പലത് ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് ഏതാന്ന് നമ്മൾ മനസ്സിലാക്കുക. എനിവേ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഞങ്ങളോട് താഴെ പോലെ ഞാൻ ഈ നിർത്തിയിരിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്കൊരു കാര്യം കൂടെ എങ്കിലും പറഞ്ഞല്ലേ, ഈ ചൈൽഡിന്റെ ക്യൂരിയോസിറ്റി ഞാനിപ്പോൾ അത് നോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വീക്കിൽ ഇവിടെ ഷോപ്പിൽ പോയി നെസ്റ്റോ പോയ സമയത്ത് ഞാൻ ഒരു കളറിംഗ് ബുക്ക് വാങ്ങി. ഒരു കളറിംഗ് ബുക്ക് എന്തോ 100 പേജിൽ 100 സംതിങ് എന്തോ റൈറ്റും ആയി. വെറുതെ ആലോചിച്ച് എന്തിനാ വാങ്ങിയെന്നില്ല. അന്നാണ് ഞാൻ സ്റ്റോറി ഇട്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഒരാൾക്കതൊന്നും കാണാൻ പറ്റൂല, എന്തിനാ ചെയ്യാൻ നമുക്കില്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വാങ്ങാന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേക രസം. പക്ഷെ ഇത് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് നമ്മൾ കുറേ പഴയ മെമ്മറീസ് കണക്ട് ആവും. നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് കുറേ ഫോക്കസ് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഒരാൾ ഇൻഡ്യൂട്ടീവ് സ്ക്രിബ്ലിംഗ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ അനിയന്മാരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ബുക്ക് എടുക്കുക, ജസ്റ്റ് കളർ ചെയ്യുക, ക്രയോണോ അങ്ങനെ എന്തെങ്കിലും. ഇനി കുട്ടികളില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുക, അതൊരു പ്രശ്നമില്ലൊന്നുമില്ല. ഇപ്പൊ വീട്ടുകാരെങ്കിലും ചോദിക്കുമ്പോൾ കുറെ അറിവുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി പറഞ്ഞാൽ മതി. എന്നിട്ട് ഇൻസ്റ്റഗ്രാമത്തെ ആരെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ല സെൽഫ് സാറ്റിസ്ഫൈ കിട്ടുവേ. ഹൈ മാം, താങ്ക് യു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സമയ പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ടീച്ചറാണ് മദ്രസയിൽ. അപ്പം നമുക്ക് ഇതേപോലെ എഡിൻഡോക്സില് ഒരു കഴിഞ്ഞ ജീറ്റിലാണ് തോന്നണേ ഈ മണ്ഡല ആർട്ട് ആയിരുന്നു. ഓക്കെ, സോ ഇൻഡ്യൂട്ടീവ് ആയിട്ട് കണ്ണടക്കുക, ജസ്റ്റ് ഇങ്ങനെ കുത്തി വരക്കുക, അതിലൊരു പിക്ചർ വരും, നമ്മൾ ജസ്റ്റ് കളർ ചെയ്യുക. അപ്പൊ ഞാൻ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായി. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ കണ്ണടച്ചിട്ട് ബോർഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും, എന്നിട്ട് കുട്ടികളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോരുത്തർ മുന്നിക്ക് വരുമ്പോഴും കളർ കൊടുക്കലൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മള് ലൈഫിൽ കളർഫുൾ ആവണമെങ്കിൽ കുറച്ച് കളർ പെൻസിൽസ് ആവശ്യമുണ്ട്, ശരിയല്ലേ? നമ്മള് ഇന്നർ ചൈൽഡ് നമ്മളെ കൂടെ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ആവുക. അതില്ലാണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കത് പല റഷിങ് ആയിക്കോട്ടെ, പലവിധ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജോബൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മടുപ്പ് തോന്നുന്നുണ്ട്, ഭയങ്കര റഷാണ്, ആകെ ഡിപ്രഷൻ അടിക്കണുണ്ട്, ഏത് നേരം ഈ വർക്ക് തന്നെ എന്നൊക്കെ. ഈ ഇതിന്റെ ഇടയിലാണെങ്കിലും നമ്മളൊരു കുട്ടിത്തരം പോലെ ഓരോന്ന് കാണിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. സോ ഞാനൊക്കെ പറഞ്ഞാല് എനിക്കിപ്പോ ഏജ് 20 വയസ്സാ. അപ്പം ഇപ്പോഴും വീട്ടുകാരെ വരും കുട്ടികളെ മാതിരിയാണ് ഓരോന്ന് കളിച്ചോണ്ടിരിക്കും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിലിരിക്കുമ്പോ തലയിൽ 2 കൊമ്പൊക്കെ കെട്ടിയിട്ട് നടക്കുക. അപ്പം അതൊരു ഇന്നർ ചൈൽഡിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ കളർ കൊടുക്കുക, ഈ ടിപ് ടോപ്പ് ഒക്കെ ഉണ്ടാവില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിപ് ടോപ്പ് കുത്തുക, അങ്ങനെയൊക്കെ. സോ നമ്മൾ ഓക്കെ ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എന്താണ് കുറച്ച് കളർ പെൻസിൽസും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കളറും കാര്യങ്ങളും ചിത്രം അതൊക്കെ ബെറ്റർ ആണ്. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. പിന്നെ ഇന്നത്തെ സെക്ഷൻ മാഷാഅല്ലാ അടിപൊളിയായിരുന്നു. റെക്ടിഫൈ ഇംഗ്ലീഷ് അങ്ങനല്ലേ? ഓക്കെ, ഇൻഷാല്ലാ ജോയിൻ ചെയ്യണം. ഇംഗ്ലീഷ് പഠിക്കണം വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഓൺലൈനായിട്ട് രണ്ടതാൻ റഹ്മാനിൽ ചേരുന്നുണ്ട്. ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ടീച്ചറായിട്ട് കയറണം എന്നുള്ളൊരിതുണ്ട്. അപ്പം ഇംഗ്ലീഷ് പഠിക്കണം ഇൻഷാല്ലാ. പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ടോക്ക് കാര്യങ്ങളൊക്കെ. നജ ഫാത്തിമല്ലേ? യെസ്, ഞാൻ ഇതിലേക്ക് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ
നമ്മള് നേരത്തെ ഹയ ഹയ പറഞ്ഞു, നമ്മള് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ലൈക്ക് നമ്മളുടെ ഫാമിലി സപ്പോർട്ട് പോലും സെക്കൻഡ് ഒരു കാര്യമാണ് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ സെക്കൻഡ് ആയിട്ടോ തേർഡ് ആയിട്ടോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മളുടെ കാര്യങ്ങള് വിശ്വസിച്ച് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അതായത് നമ്മള് എപ്പോ മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച അല്ലെങ്കിൽ ഞാൻ അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്റെ ഫാമിലിയിലേക്ക് അവിടെ ഞാൻ ഇപ്പൊ ഇവരാണ് എന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്റെ ഫാമിലി ഈസ് റിയലി പ്രൗഡ്. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ എന്റെ ഉപ്പ ഇതുവരെ എന്റെ ഒരു പ്രോഗ്രാമും കണ്ടിട്ടില്ല. കാരണം ആള് ഷോപ്പിൽ തിരക്കായിരിക്കും, അതായിരിക്കും. അപ്പം ഉപ്പന്റെ അടുത്ത് ഇന്ന് നിങ്ങളെ മോളാണ് കേട്ടോ അനൗൺസ്മെന്റ് ചെയ്തത്, അവൾ ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ഉപ്പ രാത്രി വന്നിട്ട് പറയും, നീനോ ചെയ്തേ, നല്ല രസമുണ്ടെന്നാണല്ലോ ആൾക്കാർ പറഞ്ഞത്. അപ്പം ആ ഒരു ഉപ്പന്റെ മുഖത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം നമ്മൾ ഏർണിങ്സ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സമയത്ത്, ഇപ്പം ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതേപോലെ തന്നെ സമീഹ പറഞ്ഞതുപോലെ ലൈക്ക് നമ്മള് എത്ര അതായത് ഇപ്പൊ ചിലപ്പോ എന്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞതാ, പക്ഷെ ഇപ്പോഴും ചില ആളുകൾ നമ്മളോട് പറയും, ആ കല്യാണം ഒന്നും കഴിക്കേണ്ട പ്രായം തന്നെ ആയിട്ടില്ല, ആദ്യം ആ കുട്ടികളെയൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് കുറച്ചൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ ഉത്തരവാദിത്ത ബോധം വരണം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉത്തരവാദിത്ത ബോധം വരാത്തതിന്റെ പ്രശ്നമല്ല. അതായത് നമ്മൾ ഏതെങ്കിലും ഒക്കെ സമയത്ത് നമ്മളൊരു കുട്ടി ആവുന്നതാ. അല്ലാതെ ലൈക്ക് നമ്മൾ ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതല്ല ആ കുട്ടിത്തം കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഒരു കുട്ടിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണല്ലോ എന്നുള്ളൊരു സന്തോഷം. അവര് ചിലപ്പോ നെഗറ്റീവ് ആയിട്ടായിരിക്കും പറയണേ, പക്ഷെ അത് നമ്മൾ തന്നെ പോസിറ്റീവ് ആക്കിയാൽ മതി. സോ എന്താണ് ഭയങ്കര ബ്യൂട്ടി ഉണ്ട് കേട്ടോ ആ ഒരു ടോക്ക് ആയിക്കോട്ടെ. അപ്പൊ നമ്മള് പറയുമല്ലോ, നമ്മക്ക് ഒരുപാട് പെയിൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ റിയലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ബ്യൂട്ടി. കാരണം ആ സമയത്ത് നമ്മക്ക് ഭയങ്കര സീരിയസ് ആണെങ്കിലും ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കോമഡി കണക്കാൻ തോന്നുക. കാരണം നമ്മൾ അന്ന് ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മളെ ഡ്രീംസിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിനെ ലെറ്റ് ഗോ ആൻഡ് ലെറ്റ് ഫ്രീ ആക്കുമ്പോഴായിരിക്കും ഒരു നല്ല ഫ്ലോയിൽ അങ്ങനെ നടക്കുക. നമ്മളത് ചെയ്യണം അതാക്കണം വേണ്ടിട്ട് അതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് അത് സത്യം പറഞ്ഞാ ഈ തോണിക്കാരൻ കടവത്ത് ഈ തോണി കെട്ടിയിട്ട ഒരു കഥ പറയണ്ടല്ലോ, അതേപോലെയൊക്കെ. കാരണം തോണിക്കാരന്റെ പർപ്പസ് എവിടെ പുഴയിലാണ്, കടലിലാണ്. ഓക്കെ, അതെങ്ങനെ പുറത്ത് കെട്ടിയിട്ടാണെങ്കിലോ തോയാൻ പറ്റുമോ? ഇല്ല, ആൾ അവിടെ തന്നെ ഉണ്ടാവും. തോണി അപ്പുറത്ത് എത്തുവോ? ഇല്ല. അതേപോലെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അവർക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം അതാവണം. പക്ഷെ ഈ സൊസൈറ്റിക്ക് ഇറങ്ങുമ്പം അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട്സ് തന്നെ വന്നാൽ മതി, കഴിഞ്ഞ്. കാരണം ഞാന് ഇങ്ങനെയുള്ള ഒരാളല്ല, ഞാനിപ്പോ എങ്ങനെ അധികവും മിഡിൽ ഫാമിലിത്തൊക്കെ അല്ലേ. ഉണ്ടല്ലോ എന്തോ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആളെ കുറച്ചൊക്കെ സംസാരിച്ചല്ലോ. താങ്ക് യു ഷമിയ മാം. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്കോ സജഷനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യുക, നമ്മളെ ഗ്രോത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്. സോ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന അഫ്സൽ സാറിനായിക്കോട്ടെ, മിസ്ന മാം, അങ്ങനെ ഒരുപാട് പേര് ഇതിന് പിന്നിൽ എന്ത് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും വെരി വെരി താങ്ക്ഫുൾ. ജസാക്കല്ലാഹ് ഖൈർ. താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്കോ സജഷൻ ആയിട്ട്? മിസ് നത്ത ഒറ്റ മിനിറ്റ്, ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഇന്നർ ചൈൽഡിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഞാനൊരു ആർട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സംഭവമാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോൾ കിട്ടിയതാണ്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണേ യൂസ് ചെയ്യാം. ഓക്കെ, സ്ക്രാച്ച് ബുക്ക് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പേപ്പറിൽ മാജിക് ബുക്ക് എന്നൊക്കെ പണ്ട് പറയും. ഇതിപ്പോ ഞാൻ ചെയ്തൊരു ആർട്ടാണ്. ഇപ്പൊ ഇത് ക്ലിയർ ഒറ്റ മിനിറ്റ് കേട്ടോ, ഷോ യു. ഓക്കെ, ഇതാണ് സംഭവം. ഇതാണ് സ്ക്രാച്ച് ബുക്ക് പറയുന്ന ആർട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്.
അതായത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ നോർമൽ കളറിങ്ങിന്റെ പോലെയല്ല. അപ്പൊ ഞാൻ ഇത് കുറെ ചെയ്തിട്ടുണ്ട്. ഇൻപെർഫെക്ഷൻസ് ഒന്നും നോക്കരുത് കേട്ടോ. കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ കാസിൽ റിലേറ്റഡ് ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഞാൻ എക്സാമ്പിൾ അറിയട്ടെ. ഇപ്പൊ എനിക്ക് മൊബൈൽ ഫോൺ ബോറടിച്ചു തുടങ്ങിട്ടോ. ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ അനക്ക് നല്ല ശീലം വന്നല്ലോ കുറെ കളിയാക്കൊക്കെ ചെയ്തു. മൊബൈൽ ഫോൺ ബോറടിക്കുക പറയുമ്പോ ബാക്കിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുമല്ലോ. കാരണം അതിനുള്ള ഡോപ്പമൈൻ റിലീസിങ് കുറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഇനി താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളൊരു ഫീഡ്ബാക്ക് പറഞ്ഞോളി. പോവാട്ടോ, ചാർജ് ഇല്ല, അതുകൊണ്ടാണ്. ബാക്കി റെക്കോർഡറാണ്. ഹലോ, ഹായ് പറഞ്ഞോളൂ. ഹന്ന മാം പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞതിൽ വീഡിയോ ഒന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ഓണാക്കി വന്നിട്ടുണ്ട്. ഈ ഹയ എന്റെ ഫ്രണ്ടാണ്, ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് മിസ്സിന് മാമിനോട്. ഞാൻ ഓർക്കുന്നുണ്ട്, പറഞ്ഞു. ഹയ പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഞാൻ ഇതിലേക്ക്. അപ്പോ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ കേട്ടു. സാവിക മാം ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. നജ മാമിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് ഒന്നാമത് അധികം ടൈം ഇല്ല ഈ വെക്കേഷനിൽ. അതുകൊണ്ട് ഞാനിപ്പോ ഇനി +1ലേക്കാണ്. അപ്പോ ടൈം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സമയം എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യണത്. എനിക്ക് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഇങ്ങനത്തെ ക്ലാസ്സിനൊക്കെ. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. പബ്ലിക് സ്പീക്കിംഗ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാന്. അപ്പോ ഞാൻ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയണത്. ആൻഡ് ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നല്ല ഫ്ലോയില്, എന്താ പറയാ, തിയറി ക്ലാസ് എടുക്കണ പോലെ അല്ല, നല്ല ഫ്ലോയില് ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ ഒരു അറേഞ്ച്ഡ് ആയിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് കൊണ്ടുപോയി ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലാസ് ആയിരുന്നു. ആൻഡ് മാം ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ഡ്രീമിനെ കുറിച്ചിട്ട് LKG എന്താ ചോദിച്ചത്, UKG എന്താ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്ത് ചോദിച്ച കാര്യത്തിനുള്ള ആൻസറും ഇപ്പൊ എന്നോട് ചോദിച്ച ആൻസർ ഒക്കെ ഒന്ന് തന്നെയാണ്. ആൻഡ് ഞാൻ ആയിട്ടുള്ള ഒരു ജേർണിയിലാണ്. അത് എവിടേക്ക് എത്തുമെന്നൊന്നും അറിയില്ല. ഇൻഷാ അള്ളാ എത്തട്ടെ. അപ്പോ ആ ഒരു, എന്താ പറയാ, ആ ഒരു ജേർണിന്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് ആഗ്രഹിക്കുന്നത്. അത് എത്രത്തോളം ഞാൻ ഇതിൽ ആക്റ്റീവ് ആവാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ പറ്റും ഒന്നും എനിക്കറിയില്ല. വീടിന്ന് സപ്പോർട്ട് ഉണ്ട് എന്തായാലും, അത് മതി. പിന്നെ മാം പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയാ, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യം അതെനിക്ക് കുറച്ച് കുറവാണ്. അത് ശരിയാക്കി കൊണ്ടുവരണം. ഇൻഷാ അള്ളാ ഒക്കെ റെഡി ആവട്ടെ. താങ്ക് യു. ഒരു നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹന്ന, താങ്ക് യു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അടിപൊളി തന്നെ കണ്ടിന്യൂ ചെയ്യാന്നില്ലാതെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യുക, പറ്റുന്ന സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പേയ്മെന്റ് അടിച്ചുള്ള സെഷൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പം പാരന്റ്സ് അയക്കുന്നുണ്ടാവും, ചിലപ്പോൾ അയക്കുന്നുണ്ടാവില്ല. അവിടെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. എന്തായാലും കണ്ടിന്യൂ ചെയ്യുക. അടിപൊളി, താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? അതേപോലെ തന്നെ ഹന്നയോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ഇപ്പൊ ആകെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സജഷൻസ് വരും. അതായത് ഇപ്പൊ ഞാൻ +1 സയൻസ് കിട്ടിയിട്ടുള്ള ഒരാളാ. പക്ഷെ എനിക്കറിയാം ഞാൻ സയൻസ് പഠിച്ചു കഴിഞ്ഞാല് നല്ല വൃത്തിക്ക് തോൽക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ സയൻസ് എടുത്തിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയ സമയത്ത് ടീച്ചേഴ്സ് വരെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി സയൻസ് നിന്ന് ഹ്യൂമാനിറ്റീസിലേക്ക് പോണേ, എത്ര കുട്ടികളെ സയൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം എനിക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹന്നയോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ലൈക്ക് 10th എന്ന് പറയുന്ന ഏറ്റവും ഒരു ബേസ് ആണ്. അപ്പം ഇനി പോകുന്ന റൂട്ടിലൊക്കെ നല്ല ഓപ്ഷൻസ് പറഞ്ഞിരുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ആഗ്രഹം വെച്ചിട്ട് ഓപ്ഷൻസ് പറഞ്ഞിരുന്ന ആളുകളുണ്ടാവും. അപ്പം നല്ലത് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് എല്ലാവരും പറയുന്ന കാര്യം എല്ലാവർക്കും വാല്യൂ കൊടുക്കണമല്ലോ, എല്ലാവരും പറയുന്ന കാര്യം ലൈഫിൽ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ആവാൻ പറ്റൂല. അപ്പം ഹന്നന്റെ ഡ്രീംസിൽ നല്ല രീതിയിൽ വിശ്വസിച്ച് ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ടീച്ചിങ് ഇപ്പയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതേപോലെയാണ് ഹന്ന എന്നാണ് പറഞ്ഞത്. ഇപ്പയും ഒരേ ഡ്രീം വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ആവാൻ പറ്റുമോ നോക്കട്ടെ എന്നല്ല, ആവും. ഇപ്പയും ആ വിശ്വാസം മനസ്സിലുള്ളിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആവും. അപ്പം നല്ല ആഗ്രഹങ്ങൾ മുന്നോട്ട് വെക്കുക, നല്ല ആളുകളെ കൂടെ കൂട്ടുക, നല്ല ആളുകൾ പറഞ്ഞു തരുന്നത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കില് ഇപ്പൊ നല്ലോണം എന്റെ ഒരു ഡ്രീമിനെ പറ്റിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു തരുന്ന ഒരാളാണ് എന്റെ ഉപ്പ.
അതുകൊണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ ഒരു ആഗ്രഹത്തിന്റെ എന്റെ ഒരു ആഗ്രഹം പോലെ വേറെ കുറച്ച് പേര് പോയിട്ടുണ്ട്. പക്ഷെ ഓർക്കൊക്കെ ഫാമിലി ഇഷ്യൂസും ഒക്കെ ആയിട്ട് കുറച്ച് സാക്രിഫൈസസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഇപ്പൊ പറയണത് അപ്പൊ അതൊക്കെ കാണുമ്പോ എന്റെ ഉമ്മാക്ക് ടെൻഷനാണ്. അമ്മ ഞാൻ അങ്ങനെ ആവോ, അങ്ങനെ ആയപ്പോ എന്താ കാട്ടാ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഉപ്പാക്ക് ഒരു വിശ്വാസം ഉണ്ട്, ആ എന്തേലൊക്കെ ആവും ഇൻഷാ അള്ളാ, ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തില് വീട്ടിൽ നിന്നുള്ള ഒരു എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് സറൗണ്ടിങ് ഏറ്റവും നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ചിലപ്പോ ഓർക്കുണ്ടായ എക്സ്പീരിയൻസ് ആവില്ല ഞാൻ പോകുമ്പോ, എനിക്ക് ചിലപ്പോ നല്ല എക്സ്പീരിയൻസ് ചെയ്താൽ ഉണ്ടാവാം. അപ്പോ എന്താ പറയാ ആ ഒരു സംഭവത്തില് ഫാമിലിന്റെ കാര്യത്തിൽ ഭാഗത്തുനിന്ന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. മാഷാഅല്ലാ, താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? സുഹേൽ സർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പുറത്താണോ? ലൈറ്റ് ഓൺ ആക്കട്ടെ. ഞാൻ സംസാരിക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പിന്നെ വിളിച്ചപ്പോ എന്തായാലും ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. മിസ്ന മാം അറിഞ്ഞോണ്ട് എനിക്ക് പണി തരികയാണോ? ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? കുറച്ച് ഐഡിയ ഒക്കെ ഞാനും പറഞ്ഞെടുത്തി എന്തൊക്കെ സംസാരിക്കേണ്ടത്. ഇന്ന് എല്ലാവർക്കും അറിയാലുണ്ടാവില്ല, നെജന്റെ ഹസ്ബൻഡ് ആണ്. അപ്പോ കുറച്ചൊക്കെ ഐഡിയ ഒക്കെ ഞാനും പറഞ്ഞു കൊടുത്താണ്. ഏതായാലും ക്ലാസ് ഒക്കെ അടിപൊളിയായിരിക്കും, വിചാരിച്ചങ്ങാട്ടി ഉഷാറായിരിക്കും. പറഞ്ഞെന്നൊക്കെ അതുപോലെ പറഞ്ഞേക്ക്. തമാശ പറഞ്ഞ കേട്ടോ, ആളെന്നെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി പറഞ്ഞതാ. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞോട്ടെ, ഞാൻ തോന്നെ സംസാരിക്കില്ല. ഓക്കെ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരായിരുന്നു? സാബിക മാം, ജുഹറ മാം, ഇവിടെ കുറച്ച് ആൾക്കാർ, 23 മിസ് ആൾക്കാർ. മാം ഓഡിബിൾ ആണോ? ആ ഓടിവിളി നസീം സാറേ പറഞ്ഞോളൂ. ഞാൻ ഈ ഒരു മാജിക് യൂണിറ്റ്നെസ്സിൽ എത്തുന്നത് ഇൻസ്റ്റേ ത്രൂ ആണെന്ന് തോന്നുന്നു. അതായത് സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്യുന്നതായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ട് നാട്ടിൽ വന്ന സമയത്താണ് പിന്നെ വാട്സ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന്റെ മേലെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് പോയ സമയത്ത് അപ്പോ അന്ന് ഒരു ലൈഫിൽ ഒരു ഇൻസിഡന്റിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ട്രോമയിൽ ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്, ക്ലാസ് സെക്ഷൻസിലേക്ക് വരുന്നത്. അപ്പൊ അഫ്സൽ സാറിന് ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ചിട്ടാണല്ലായിരുന്നു. അന്ന് മുതൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അഥവാ ഞാൻ ചെയ്ത ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് നമ്മൾ ആ നോട്ട്സ് കൃത്യമായിട്ട് നോട്ട് എടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചില്ല. നമ്മൾ വെച്ചാൽ കുറെ മുമ്പ് അവിടെ നിന്നായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോ നിലവിൽ +2 ചെയ്തിട്ട് CUET പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ടിൽ ടുഡേ ഇന്ന് വരെ എന്താണ് ഡെയിലി ആ ഒരു നോട്ട്സ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അഫ്സൽ സാറിന് പിന്നെ മെസ്സേജ് അയക്കണം വിചാരിച്ചിരുന്നു, പിന്നെ മറന്നുപോയതാണ്. എന്താണെന്ന് വെച്ചാല് അതിനെ കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോ പല വിഷയങ്ങളിലും വരുമ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻ മാർക്കിൽ ഉണ്ടാവുമല്ലോ, അന്ന് ഉണ്ടായിരുന്ന അവസ്ഥ ചില വിഷയങ്ങളിൽ വന്നിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു നാട്ടില്. അപ്പൊ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇതെന്തായാലും എവിടെയാണ് ഫാൾട്ട് പറ്റിയത് എങ്ങനെ തീരുന്നില്ല. ഒരു കണക്കിന്റെ കാര്യത്തിൽ ഒരു ഒരു ഫണ്ട് ഇലക്ഷൻ വിഷയത്തിൽ. അപ്പൊ ഇത് കുറേ നമ്മളെ മീറ്റിംഗ്സിലും അതിലൊക്കെ ഡിസ്കഷൻ വന്നു. ലാസ്റ്റ് പിന്നെ എനിക്ക് അതിന്റെ ഒരു ആൻസർ കിട്ടിയത് നമ്മളെ ഈ നോട്ട്സിനായിരുന്നു. കാരണം അന്നത്തെ ഒരു ദിവസം നമ്മൾ നോട്ട് ചെയ്യാൻ വിട്ടുപോയി, നമ്മളെ അക്കൗണ്ട്സിലില്ല, പക്ഷെ എന്റെ നോട്ട്സിലുണ്ടായിരുന്നു. അത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അഫർമേഷൻ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ അഫ്സൽ സാറിന് മെസ്സേജ് അയക്കാൻ വെച്ച് പിന്നെ വിട്ടുപോയതാണ്. എന്തായാലും നമ്മുടെ ക്ലാസ് ഒക്കെ ആയിരുന്നു വളരെ നമ്മൾ പറയുന്ന സാധനമല്ലേ, നമ്മളെ ഫസ്റ്റ് നമ്മൾ ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ വീട്ടിൽ നിന്നായാലും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിന് പുറമെ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. മിസ്ന മാം ഒരു മിനിറ്റ്. ഈ ഇപ്പൊ സംസാരിച്ചത് ജസീം എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ? ആളെ ഒന്നും കൂടി വീഡിയോ ഓൺ ആക്കുവോ? ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ മതി.
സ്റ്റിക്കി നോട്ട് നോക്കാനോ? ഞാൻ ശ്രദ്ധിച്ചു, അതൊന്ന് കാണിക്കാവോ? എനിക്ക് തോന്നുന്നു അത് ബാക്കിയുള്ള എനിക്ക് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും അതെന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്രേസായിരുന്നു. ആ സമയത്ത് ഫുൾ ഇതന്നെ വരും. ഓക്കെ, ഞാൻ സംസാരിക്കുന്ന സമയത്തും ശ്രദ്ധ പോയത് അതിലേക്കാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ജസ്റ്റ് ഓക്കെ. അതൊന്ന് ഓക്കെ, എല്ലാവരും ജസ്റ്റ് അതൊന്ന് നോക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഇപ്പൊ ജസീം ബ്രോന് എനിക്ക് തോന്നുന്നു നമ്മൾ പോലും അറിയാണ്ട് ഇപ്പൊ ആ ഒരു സംഭവം കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ലൈക്ക് ആളുടെ ഡ്രീംസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. യെസ്, കാരണം എന്താണെന്നറിയോ, ലൈക്ക് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ നോട്ട് ചെയ്ത് നമ്മൾ ആ കാര്യം ചെയ്ത് തീർക്കണമെന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും വേറെ തന്നെയാ. ഇപ്പം നമ്മള് ഇപ്പം നമ്മുടെ ലൈക്ക് യുണീക്ക് എക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഡ്രീംസും അതേപോലെ തന്നെ നമ്മളുടെ ഡ്രീംസ് നേടിയെടുക്കുന്നതും. അപ്പം സാർ ഇപ്പൊ ഞാൻ എവിടെങ്കിലും ഇപ്പൊ ഞാൻ വീഡിയോസ് ഇടാൻ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലൊക്കെ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ നജാ മാം അവിടെ ഇല്ലേ, ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അഫ്സൽ സാർ എന്ന് പറയുന്നത്, ഈവൻ വിസ്ന മാം ആണെങ്കിലും. അപ്പം ജസീം ഖാന് ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ലൈക്കായി. ആൻഡ് ഓൾറെഡി പുതിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ. ഞാൻ സംസാരം ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലൈഫിൽ ചെയ്യാനുണ്ട് എന്ന് ഉള്ള ഒരാളാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഇത് എന്താ ഇന്നത്തെ ക്ലാസ്സിന്റെ ചുരുങ്ങിയ രൂപം പറഞ്ഞുതരാമോ? ഈ റെഡ്മി എന്നുള്ളത് ആരായിരുന്നു എനിക്ക് മനസ്സിലായില്ലേ. ജസീം സാർ എന്തോ പറയാൻ വന്നത്, ഇന്നത്തെ കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആവും തോന്നുന്നു. മറ്റേത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ്. ജസീം സാർ കണ്ടിട്ട് ചെയ്തു. എന്താ വെച്ചാല് നമ്മൾ ഒരു വിഷയം പറഞ്ഞില്ലേ, ഞാൻ ഈ സ്റ്റിക്കിനോട്ടും അങ്ങനെയുള്ള ബാക്കി പോകുന്നത് എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വന്നതാന്ന് പറഞ്ഞു. അപ്പോ എന്താ വെച്ചാൽ അവിടെ ഞാൻ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ക്ലാസ്സിലും അക്കാഡമിക്സിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ഫാമിലിന്നായാലും നാട്ടുകാരത്തിനായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്തിനു നിർത്തി വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നല്ല പ്രഷേർഡ് ആയിരുന്നു. ആ സമയത്താണ് ഇങ്ങനത്തുള്ള സാധനത്തിന്റെ ബാക്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. അപ്പോൾ ഇപ്പോൾ എന്താണ് അവരെ മുന്നിൽ നമ്മൾ എന്തിനുള്ള ചോദ്യത്തിന് നമ്മളൊരു ആൻസർ കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ ബാക്കിൽ ഓടുകയാണ് ഇപ്പോൾ. ഓക്കെ, എന്തായാലും ആ എഫേർട്ട് ഇൻഷാല്ല ഒരു റിവാർഡ് ആയിരുന്നല്ലോ. ചിലപ്പോൾ നമുക്കതിന് ടൈം എടുക്കുന്നില്ല. ശരി, ഞാൻ ആ എഫേർട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഒരാള് പൊതുവേ ഞാൻ ജെൻഡർ വൈസ് പറയല്ല, ഗേൾസിന് കുറച്ചുകൂടി ശീലം കണ്ടിട്ടുണ്ട്. നോട്ട് എഴുതി വരക്കുന്നൊക്കെ ബോയ്സ് ഇങ്ങനെ കാണാറ് കുറവാണല്ലോ. ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഞാൻ കണ്ട് കാഴ്ച വെച്ചിട്ടുള്ള പെർസ്പെക്റ്റീവ് പറഞ്ഞത്. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്. മാഷാള്ള, അടിപൊളി. ഡ്രീംസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ. പിന്നെ എഴുതി വെക്കുക എന്നുള്ള കാര്യം എല്ലാ സമയത്തും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നമ്മൾ അലിയ നിസാം മുക്താർ സാർ റീൽസിലൊക്കെ വരുന്ന അറിയുന്നുണ്ടാവും. സാർ എപ്പോഴും പറയുന്ന, നിങ്ങൾ തലക്ക് മുകളിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല എങ്കിൽ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങൾ ഇരുന്നിട്ട് എഴുതാം. ഒരു എക്സാമിന് പോകണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് എഴുതുക. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റീസ് കിട്ടും. കാരണം നമ്മൾ തോട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ഒരേ സമയം കുറേ കാര്യങ്ങൾ ആലോചിക്കണം. എഴുതാറിയുമ്പോൾ ആ പ്രോസസ് മാത്രം നോട്ട് ചെയ്താൽ മതിയാവുമല്ലോ. അതാണ്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂട്ടോ. എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഇനി എങ്ങനെ പോകണം എന്നറിയില്ല, ഒരു ക്ലാരിറ്റി കിട്ടാത്ത സിറ്റുവേഷനിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിവേ ജസീം സാർ, താങ്ക് യു. റെഡ്മി എന്നുള്ള ഒരാളെ സെഷന്റെ ഞാനിപ്പോ വന്നതുള്ളൂ. ക്ലാസിന്റെ ചുരുങ്ങിയ രൂപം ഒന്ന് പറഞ്ഞുതരാമോ? ചുരുങ്ങിയ രൂപം ക്ലാസ് എന്താ, ഇന്നത്തെ പ്രധാന വിഷയം എന്തായിരുന്നു ഒന്ന് ചുരുങ്ങിയ രൂപം ഒന്ന് പറഞ്ഞുതരൂ. ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നമ്മള് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ലൈഫില്. പക്ഷേ അതൊന്നും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ വിശ്വസിച്ചിട്ടല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം ക്ലാസ്സിൽ ഓൾ ഓവർ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്തോട്ടെ, ബാക്കിയുള്ള ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഈവൻ സൊസൈറ്റിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് പ്രശ്നം, എന്ത് ഇഷ്യൂസിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഓരോ
കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള ആളുകളെ വെയിറ്റ് ചെയ്യരുത്, ബാക്കിയുള്ള ഓരോ പ്രോസസ്സിന് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സോളിനെ വിശ്വസിച്ച്, നിങ്ങളുടെ മൈൻഡിനെ വിശ്വസിച്ച്, നിങ്ങളുടെ മൈൻഡ് പവർഫുൾ ആണ്, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് അത്രയും ഹാപ്പിയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ചെറിയ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ആൻഡ് അതേപോലെ ഒറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ലൈക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു കാരണം നമ്മൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പിന്നെ നമ്മൾ ഈ സപ്പോർട്ട് ചോദിച്ചു വാങ്ങുന്നത് ശരിയാണോ? ഇപ്പൊ നമുക്ക് പറയല്ലോ, എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്റെ ലൈക്ക് അടിക്കൂ, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഒരു പ്രസന്റ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത്, അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ലൈക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ ഇപ്പൊ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരാളെ നമ്മൾ ഇത് എന്റെ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് എനിക്കുണ്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ഫോളോ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പൊ ഒരാള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കീ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് മിസ്സിനെ ചില സമയത്ത് ടെൻഷൻ വരുന്നുണ്ടോ സംശയം. എനിക്ക് അങ്ങനെ തോന്നുകയാണ്. എന്താ വെച്ചാൽ മിസ് ഗ്രൂപ്പിലൊക്കെ പറയാറുണ്ടല്ലോ, പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം കുറെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലാസ്റ്റ് കുറെ സപ്പോർട്ട് കുറവാണ്. ഫസ്റ്റില് സ്റ്റാർട്ടിങ്ങിൽ സപ്പോർട്ട് കൂടുതലായിരുന്നു, അവസാനം വരുമ്പോൾ സപ്പോർട്ട് കുറവായിരുന്നു. അപ്പൊ മിസ്സിന് തന്നെ ഒരു താല്പര്യമില്ലാതെ പോലെ തോന്നുന്നു. എനിക്കിത് അങ്ങനെ തോന്നുന്നു. ശരിയാണോ എന്നറിയില്ല. അങ്ങനെ എന്തുണ്ടോ? ഇതാരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫൈസൽ എന്ന് പറയുന്ന ആള് ഗ്രൂപ്പിലുള്ള ആളാണ്. ഫൈസല്. ഓക്കെ, ഫൈൻ. ക്ലാസിന്റെ കാര്യമാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ വേറെ തന്നെ കമ്മ്യൂണിറ്റി ആണ് കേട്ടോ, നമ്മൾ റെക്ടിഫൈന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല. മിസ്ന മാം അവർക്കൊരു ഡൗട്ട് അല്ല, ഡയറക്റ്റ് കമ്മ്യൂണിറ്റി അതന്നെ. അതിൽ ഡൗട്ട് ആയിട്ടാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡൗട്ട് ആയിട്ടാണ് ചോദിക്കുന്നത്. നമ്മളങ്ങനെ സപ്പോർട്ട് നമ്മൾ ചോദിച്ചു വാങ്ങൂലേ ഗ്രൂപ്പിലൊക്കെ? അപ്പൊ അത് ശരിയാണോ എന്നാണ് ഡൗട്ടായി ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഡൗട്ട് ഞാൻ ഓൾറെഡി ഞാൻ ക്ലിയർ ചെയ്യാം. വോയിസ് ക്ലിയർ ആയിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒന്ന് ക്ലിയർ ആക്കി. ഫൈസൽ സർ, ഇത് എല്ലാ സമയത്തും സാറൊന്നും വിളിക്കണ്ട, ഞാൻ സാധാരണക്കാർ. നിങ്ങൾ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മൾ ഇതിന്റെ ഒരു സൈഡുള്ളത്, നമ്മൾ ഈ സപ്പോർട്ട് ഇത് വാങ്ങുന്നത് കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ലൈക്സോ കമന്റ്സോ ഷെയറോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളാകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈക്ക് ആൻഡ് ഷെയർ ആണ് നമ്മൾ ഗ്രൂപ്പിലും ഒക്കെ ആയാലും നീഡ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു ഇന്റൻഷൻ അല്ല, ഞാൻ പറയുന്നത്, നമ്മളിപ്പോ നോർമൽ ആയിട്ട് നമ്മൾ അങ്ങനെ പറയും, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന്. നമ്മള് വീണ്ടും അത് ചെയ്യുന്നില്ല, വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു ബോറായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അവരിപ്പോ എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഓല് സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോ ഒരു ഫീലിംഗ് ഉണ്ടാവൂലേ? അപ്പൊ അത് നമ്മളൊരു സപ്പോർട്ട് കുറഞ്ഞു വരികയല്ലേ ചെയ്യാ. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ, നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് കൂടെ നമ്മൾ നോക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കാതെ. ഓക്കെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്കോ സജഷനോ ആയിട്ടുണ്ടായിരുന്നോ? ജസീം സർ പറഞ്ഞു, ഓൾറെഡി ഹന്ന മാം പറഞ്ഞു, സുഹറ മാം, സഫ്വാന മാം, IQ12 ഐഫോൺ, ഹംന മാം, ഷമി മാം, ഷജന മാം, നമ്മളെ ഷെജിൻ താന്ന് തോന്നുന്നുണ്ട്. ഇത് ഗസ്റ്റിലുണ്ടായിരുന്നുള്ള യുണീക്ക് എക്സിറ്റ്, ഹർഷിത മാം, ദൗലത് മാം, എന്തെങ്കിലും നിസാർക്ക എന്തെങ്കിലും? പറഞ്ഞോളി. ഷെജന തന്നെയാണ്. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല.
സോറി ഫോർ ദാറ്റ്. അപ്പോ എനിക്ക് നെജയുടെ സെക്ഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് എടുത്തത്. ആളുടെ സെക്ഷൻസ് ഒക്കെ നല്ല നല്ലതാണ്. ഞാൻ ഹാഫ് ആയപ്പോഴാണ് കയറാൻ പറ്റിയുള്ളൂ. ആള് പറഞ്ഞ പെർസ്പെക്റ്റീവില് നമ്മൾ നോക്കുമ്പോൾ ആള് ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ആള് സെക്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളെല്ലാവരും സാറിന്റെ യൂണിക് എക്സിന്റെ സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്ന ഞങ്ങളൊക്കെയും ബാച്ച് മേറ്റ്സ് ആയിരുന്നു. അപ്പോ ഞങ്ങൾ എല്ലാവരും നോക്കുന്നതും ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഗ്രോത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോ പുതുതായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും അത് ഫോളോ ചെയ്യാം. നമുക്ക് എന്തായാലും ലൈഫിൽ ഒരു അടുത്തൊരു ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. ആള് പറഞ്ഞതുപോലെ തന്നെ, കാരണം ആ എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വന്നാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രീംസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മുന്നേ കാണിച്ച സ്റ്റിക്കി നോട്ട്സ് പോലെ നമ്മൾ അത് വെറുതെ മനസ്സിൽ ഓർക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഡ്രീം മാത്രമായിട്ട് മാറും. അതിന് മിഷനും ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അച്ചീവബിൾ ആയിട്ടൊരു ഫോമിലോട്ട് അതിനെ മാറ്റാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലുള്ള സെക്ഷൻസ് ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതൊക്കെയും ലൈഫിൽ ആ സ്റ്റെപ്സ് പറയുന്ന കാര്യങ്ങളൊക്കെയും പ്രാക്ടിക്കൽ ആക്കാൻ നോക്കുക. കാരണം അങ്ങനെ ആക്കിയാൽ മാത്രമാണ് നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നമ്മുടെ ഡ്രീമിനെ ഒരു മിഷനാക്കി മാറ്റി അതുപോലെ തന്നെ അത് അച്ചീവബിൾ ആക്കാൻ പറ്റുള്ളൂ. എന്തായാലും നജ താങ്ക് യു ഫോർ ദി സെക്ഷൻ. സാറില്ല, അഫ്സൽ സാറില്ല, എന്നാലും ഇതിനെ നന്നായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്ത മിസ്സിനേക്കും താങ്ക് യു. ബാക്കിയുള്ളവരോടുള്ള ഇതിലോട്ട് പോയിക്കോട്ടെ. ഒരു ഫീഡ്ബാക്ക് പറയാൻ വന്നിട്ട് ആളും ചെറിയൊരു തീപ്പൊരി പൊട്ടിച്ചിട്ടാണ് പോയിണ്ടായത്. എന്തായാലും സന്തോഷം, താങ്ക് യു. സഫ്വാന മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞോളൂ. സഫ്വാന മാം കേടില്ലേ? കൈ തട്ടി ഹാൻഡ് റൈസ് ആയതാണോ? എനിക്ക് തോന്നുന്നു കൈ തട്ടി ആള് ഹലോ, പറഞ്ഞോളൂ സഫ്വാന മാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഞാൻ ഇത് എവിടെ അൺമ്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ, അതാണ് ലേറ്റ് ആയി പോയത്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നജ ഞങ്ങളുടെ സെഷൻ കേൾക്കുന്നത്, കാണുന്നതും ആദ്യമായിട്ട്. പക്ഷെ മാഷാഅല്ലാ ഇതുവരെ എനിക്ക് ഇതിനിടക്കൊക്കെ പേഷ്യൻസ് വരുന്നുണ്ടായിരുന്നു, കട്ട് ചെയ്ത് പോവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം മാത്രമാണ്, എന്ന് വെച്ചാല് ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് എന്താ പറയണതെന്ന് കേൾക്കാൻ വേണ്ടിക്ക് മാത്രമാണ് ഞാൻ കട്ടാക്കാണ്ട് പോയത്. മനസ്സിലാവണ്ടോ? ഇപ്പൊ ഞാൻ ലാസ്റ്റ് പേഷ്യന്റിന്റെ സത്യം പറഞ്ഞാൽ അയാൾക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുത്തോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത് കഴിയാനായിനോ, നിങ്ങളെ മാഷാഅല്ലാ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇനി എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വീണ്ടും വന്നത് കേട്ടാ. നല്ല ഉണ്ടേനു മാഷാഅല്ലാ. പിന്നെ വേറെ എന്തായിരുന്നു? നമ്മൾ ആഗ്രഹിച്ചാൽ മതി, ആ ഒരു ഫയർ വിടാണ്ടിരിക്കുക, അതെല്ലാം അടിപൊളിയാണ്. എല്ലാവർക്കും അത്രയും എന്താ പറയാ, അത്രയും നല്ല കുട്ടികളോട് വർത്താനം പറഞ്ഞ പോലെ ആർക്കും മനസ്സിലാവുന്ന കോലത്തിൽ തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ അടിപൊളിയാവട്ടെ. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാല് നിങ്ങള് ബാക്കി നമ്മളിപ്പോ ആര് ഗ്രോത്ത് എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ എല്ലാവർക്കും നമ്മളെ ഫാമിലിയിൽ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും ഇതൊന്നും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ മാഷാഅല്ലാ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു ടീമിലായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. താങ്ക് യു സഫാന മാം. സഫാന മാം നജ മാം നമ്മളെ ഗ്രോത്തിക്സിലെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അവിടെ ഉണ്ട് മാം, അവിടെ UAE വർക്ക് ചെയ്യാണ് ആള്, ഡെന്റിസ്റ്റ് ആയിട്ട്. അതാണ് പേഷ്യൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വർക്കിംഗ് പ്ലേസിൽ നിന്ന് ഡെഡിക്കേഷനോട് കൂടി വെച്ചുള്ള സെഷൻ അറ്റൻഡ് ചെയ്തതാണ്. എന്തായാലും സന്തോഷം. ഗ്രോത്തിക്സിൽ ഉണ്ട്, സഫാന മാം ഉണ്ട്, പിന്നെ നമ്മള് ആണല്ലേ? ഇൻഷാല്ല കണക്ട് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതും അത് തന്നെ, ലൈക്ക് നമ്മളിപ്പോ നമ്മളുടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ്, ഇപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അവര് നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമ്മളെ എന്തെങ്കിലും അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ നിൽക്കും നിങ്ങൾ പറഞ്ഞല്ലോ. ഉം. അതാണ്. അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും സപ്പോർട്ട് ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാടൻ രീതിയിൽ പറയില്ലേ, എന്ന് വാങ്ങാ എന്ന് പറയില്ലേ, ആ രീതിയായിട്ട് വരും. അപ്പൊ അതാണ് നമ്മൾ സപ്പോർട്ട്, നമുക്ക് ആവശ്യമുള്ളവര് ഇപ്പൊ നിങ്ങളെ ക്ലാസ് ആഗ്രഹമുള്ളവരല്ലേ കാണുള്ളൂ, ആഗ്രഹമില്ലാത്തവർ ഒരിക്കലും കാണൂല. അപ്പൊ പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവൻ പറയാതെ തന്നെ അവൻ എന്ത് ചെയ്യും, പഠിച്ചിരിക്കും, അവൻ കണ്ടിരിക്കും, സംശയങ്ങളുണ്ട് ചോദിച്ചിരിക്കും. അതാണ് വേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ചോദിച്ച് നമ്മള് പിന്നെ എന്താ പറയാ, നമ്മള് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പറ്റൂലല്ലോ. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യമല്ല. അപ്പൊ എന്നമാരിക്ക് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഞങ്ങൾ ക്ലാസ് കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അവരത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതാണ്, അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ബോറായിട്ട് തോന്നും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മള് ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മള് ആ ഒരു വീഡിയോസ് എല്ലാവരും കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോസിന്റെ അടിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇൻഷാല്ലാ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കാം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്കോ സജഷനോ കാര്യങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏകദേശം നമുക്ക് ടൈമായി വൈൻഡപ്പ് ചെയ്യായിരുന്നു. മാഡത്തിനെ ഞങ്ങൾക്ക് പരിചയമില്ല, മാഡത്തിന്റെ വോയിസ് കേട്ടു. പിന്നെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടെൻഷൻ വരാറുണ്ട്, നമുക്ക് ഇതിന് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒരു പരിഹാരം ഒന്ന് പറഞ്ഞുതരാമോ, സൊല്യൂഷൻ പറഞ്ഞുതരാമോ? ഏറ്റവും സിമ്പിളായിട്ട് ടെൻഷൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പഠിക്കുന്ന മുന്നേ എന്താണ് പഠിക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് അതിനൊരു ആൻസർ കൊടുക്കണം. എന്തുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല? എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി തിരക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇംഗ്ലീഷ് ഇപ്പൊ ഒരു ബേസിക് ലെവലിലുള്ള ഒരാളാണ്. പക്ഷെ എനിക്കിപ്പോ ഒരു 40% ഞാൻ 0 ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. മാഡത്തിന് അറിയാം, നമ്മളെ നജ മാഡത്തിന് അറിയാം. അപ്പോ 0 ലെവലിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോ വളരെ കുറഞ്ഞ മാസങ്ങൾ, ഒരു മാസം കൊണ്ട് ഞാനിപ്പോ 40% എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്നാൽ പഠിക്കുമ്പോൾ ഇത് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ചില സമയങ്ങളേ ഉള്ളൂ, എപ്പോഴും ഇല്ല. എന്നാലും ഞാൻ അതിന്നൊക്കെ പരമാവധി ഞാൻ എന്ത് ചെയ്ത് ശ്രമിക്കാറുണ്ട്. പക്ഷെ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നും ചില കാര്യങ്ങൾ കൂടുതൽ റിസ്ക് ആയിട്ട് തോന്നുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നും എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ലല്ലോ, എന്ന് ഇതൊക്കെ എടുത്തു വെച്ച് പോയാലോ എന്ന് തോന്നാറുണ്ട്. അപ്പൊ അതിനെന്താണ് ഒരു പരിഹാരം എന്ന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായി. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. നമുക്ക് ഈ ഇടയ്ക്ക് വരുന്ന തോട്ട്സിനെ നമ്മളെ ഡ്രീം സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് അടിപൊളിയായി പെർഫെക്റ്റ് ആയി പഠിക്കണം എന്നുള്ള വെച്ചൊരു കാര്യം ഉണ്ടാവുമല്ലോ, ചിലപ്പം ജോലിയിലെ പ്രൊമോഷൻ ആവും, അല്ലെങ്കിൽ നമ്മൾ കാണുന്നൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എനിക്ക് ഇന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അതൊന്നും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയി മൈൻഡിൽ അതെപ്പോഴും ആലോചിക്കുക. അപ്പം അതൊക്കെയുള്ള പാത്ത് നമുക്ക് എത്ര ബുദ്ധിമുട്ട് അറിയതാണെങ്കിലും നമുക്ക് പ്രശ്നം ഇല്ലാണ്ടായി മാറും എന്നുള്ളൊരു സിമ്പിൾ കാര്യം കേട്ടോ. ആ ഒരു ഡ്രീം ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ള സംഭവം ആ രീതിക്ക് അങ്ങനെ ഒന്ന് ഫൈസൽ സാർ ചെയ്തു കേട്ടോ. മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായിട്ടില്ല. നമ്മളെ ഡ്രീംസ് ഇപ്പൊ സാറിന് ഇംഗ്ലീഷ് സാർ പഠിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഒരു കാര്യം ഉണ്ടാവില്ലേ? പറയുന്ന കാര്യം ഒന്ന് മലയാളത്തിലും കൂടി ഒന്ന് സാധാരണ രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് മലയാളത്തിലൊന്ന് പറയാം. ഞാൻ ഇംഗ്ലീഷ് കൂട്ടി പാടാൻ എനിക്ക് അറിയില്ല ഫുള്ളായിട്ട്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഡ്രീംസ് എന്താന്ന് പറഞ്ഞല്ലോ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ, അതെന്താണ് എനിക്ക് പുറത്തും കിട്ടിയില്ല, അതാണ് ചോദിക്കുന്നത്. സാർ ഈ കോഴ്സിന് ചേർന്നപ്പോ ഒരു ആഗ്രഹം ഉണ്ടാവൂലേ, എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കണം, അത് എന്തിന് വേണ്ടിയിട്ട് എന്നല്ല ഉണ്ടാവൂലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു സാറ്? ഓക്കെ. കോഴ്സിന് ചേരുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടാവും, ഇംഗ്ലീഷ് ഞാൻ എന്തിനാണ് പഠിക്കേണ്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണ്. ചിലപ്പോ നമുക്ക് ജോലിക്ക് എന്തെങ്കിലും ഒന്നും കൂടെ ഉയർച്ച കിട്ടാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് അപ്പോഴേ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാം. ആഗ്രഹം മനസ്സിലേക്ക് കരുതുക. നമുക്ക് പിന്നെ എനിക്ക് പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ കരുതുക. മനസ്സിലായി. അതായത് ഇപ്പൊ ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ ഉണ്ടാവില്ല, ഇംഗ്ലീഷ് നിങ്ങൾ കറക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞാൽ കുറെ കിട്ടുന്ന ഗുണങ്ങള്. അതെ, ഗുണങ്ങള്, ഉപകാരം ഉണ്ടാവും. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊന്നും പ്രശ്നമില്ലാതായി മാറും.
അതന്നെ അത് അങ്ങനെ തന്നെ ചെയ്യാറ്. നമുക്ക് ഇത് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടായിട്ടാണ് നമ്മൾ ഇത് ശ്രമിക്കുന്നത്. നമുക്കിത് ഉപകാരപ്പെടും എന്നൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ചില വാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ടെൻഷൻ ആവുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ടെൻഷൻ ആവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ചിന്തിച്ചിട്ട് നമ്മൾ പഠിക്കാറ്. നമ്മൾ ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ല നമ്മൾ പഠിക്കൂലല്ലോ. നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. നമുക്ക് ഒരു സബ്ജക്റ്റ് നമുക്കത് ആഗ്രഹം നമ്മളത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആഗ്രഹം ഉണ്ടായിട്ടാണ്, തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് നമ്മൾ ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മൾ അതിന് ശ്രമിക്കുന്നത്, അല്ല വെറുതെ നമ്മൾ ശ്രമിക്കൂലല്ലോ. അപ്പൊ നമുക്കൊരു വാഹനം ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ചില ആളുകൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് പലരും പല രീതിയിലാണ്. ചില ആളുകൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചില ആളുകൾക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ചില ആളുകൾക്ക് ടെൻഷൻ വരും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിലൊരു പ്രശ്നമാണ് എനിക്ക് ടെൻഷൻ വരുന്ന പ്രശ്നം. അപ്പൊ ചില സമയത്ത് ടെൻഷൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നലുണ്ട്. അപ്പൊ അതിനെന്തൊരു പരിഹാരം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായിട്ടോ. നെക്സ്റ്റ്. പറഞ്ഞത് ക്ലിയർ ആയോ? മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിച്ചത്. നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അത് ചിന്തിക്കാനല്ലാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ, നമുക്ക് ടെൻഷൻ വരുന്ന ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ല. ഞാൻ ഒരൊറ്റ കാലം ഇത് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാം. അപ്പൊ പ്രയാസം തോന്നുമ്പോ ഇത് എടുത്തു വെച്ചാൽ പക്ഷെ ഇത് ഇന്നെ കൊണ്ട് കഴിയുന്നില്ല, ഇന്ന് കഴിയുന്നില്ല, നാളെ നോക്കാം, അല്ലെങ്കിൽ പിന്നെ നോക്കാം എന്നൊരു തലവേദനൊക്കെ എന്ന് പറയില്ല, നമുക്ക് ഭയങ്കര തലവേദന ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടിൽ കൂടെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വീണ്ടും ഇല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ഇംഗ്ലീഷ് എനിക്ക് ഇത്രത്തോളം അടിപൊളി ആക്കണം എന്നല്ലേ. അതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് അല്ല, സഹിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആഗ്രഹം ഉണ്ടായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നമ്മൾ അല്ല നമ്മൾ ശ്രമിക്കൂലല്ലോ. നമുക്കൊരു ആഗ്രഹമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യുള്ളൂ. നമുക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ചെയ്യുള്ളൂ. ഓക്കെ. അല്ല, മേഡം പറയട്ടെ, മേഡത്തിന് പറയാൻ കഴിയും, മേഡം ക്ലാസ് എടുക്കുന്ന ആളെ. അപ്പൊ മേഡം പറയട്ടെ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. നമ്മള് ടോപ്പിക് ലീവായി പോകുന്നുണ്ട് എന്നുള്ളത് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഈ ഒരു ഇവര് ചെയ്യുന്ന പ്രോഗ്രാമിൽ തന്നെ ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ആളുകൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഞാൻ ഈ ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇതേ ഈ വിഷയത്തിന് ഡൗട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ നിങ്ങൾ പറയേ. ഇതേ ഡൗട്ടിന് ഇവർ നടത്തുന്ന ടോപ്പിക് വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിക്കുന്നത്. ആ ഡൗട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കാവോ? ഞാൻ ആൻസർ. അതല്ലേ എന്താ മേഡം, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിൽ വരുന്ന ആള് ഞാനല്ലേ. ഞാൻ പറയുമ്പോൾ എനിക്ക് ചില സമയത്ത് ടെൻഷൻ വരാറുണ്ട്. ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ടെൻഷൻ വരാറുണ്ട്. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാ മേഡത്തിന് അറിയല്ലോ മേഡം. ഓക്കെ, ഞാൻ പറയാം. ലൈക്ക് നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പിൽ അയക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് ടെൻഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവാറുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 വട്ടം ഞാൻ അതിൽ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, 2-3 വട്ടം ജസ്റ്റ് ഒന്ന് കാമായി ഇരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ് എടുത്താൽ മതി. പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരൊറ്റ ആളായതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പം ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഒരു മിനിറ്റ്, ഞാൻ പേഴ്സണലായിട്ട് ട്രെയിനിങ്ങിനല്ല, ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഓക്കെ, ഉണ്ടോ ഞാൻ എന്ന രീതിയിൽ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കുന്നത്. അവർക്ക് കുറിച്ച് അറിയില്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണല്ലോ, വേറൊന്നും ഞാൻ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത. ഓക്കെ, അതിനുള്ള റെസ്പോൺസ് ആണ് ഞാൻ തരുന്നത്. ജസ്റ്റ് ഇപ്പൊ ഒരു വട്ടം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഒരു വട്ടം ക്ലാസ് കേട്ടിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2-3 വട്ടം ജസ്റ്റ് ഒന്ന് കാമായി ഇരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഇപ്പം വർക്കൊന്നും ഇല്ലാത്ത സമയത്തോ 2-3 വട്ടം ജസ്റ്റ് നമ്മള് ജസ്റ്റ് വീണ്ടും ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോർമൽ കാര്യം പറഞ്ഞു, പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചത് എന്തെങ്കിലും അതിനെന്തെങ്കിലും വേറെ പരിഹാരമുണ്ടോ എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളത് അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മൾ കുറച്ച് ശ്രമിക്കും, പിന്നെ ടെൻഷൻ, തലവേദനയൊക്കെ അല്ലേ. നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തലവേദന വരും. ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ടൊന്നല്ല, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയതുകൊണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ പഠിക്കണത്. പക്ഷെ ചില സമയത്ത് ചില വാക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ടെൻഷൻ, ഒരു പേടിയുന്ന പോലെ
ഇതിനെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊരു ടെൻഷൻ വരികയാണ്. എന്നെ കൊണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ടെൻഷൻ വരികയാണ്. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം പറയട്ടെ, അതൊക്കെ ഏകദേശം പേഴ്സണൽ ഡിസോർഡർ ആ രീതിയിലേക്ക് എത്തിക്കും. നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഒരു മെന്റർ കണക്ട് ചെയ്തിരിക്കും നന്നാവുക. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം അതിൽ ഉള്ളതല്ലല്ലോ. ക്ലിയറൻസ് ആവാം, ക്ലാസ് പോലും മൊത്തം കേൾക്കാണ്ട് ഇടയിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ പേഴ്സണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടോ നന്നാവുക. നമ്മൾ ഒത്തിരി അധികം ആളുകൾ കൂടി ഉള്ളതല്ലേ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമില്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഉണ്ടാക്കരുതല്ലോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ അല്ല, നന്നായിരിക്കും. ഞാന് സാറ് ഏതാ സംസാരിക്കുന്ന സാറേ ഏതാ എനിക്കറിയില്ല. ഞാൻ ആ രീതിയിലല്ല, ഞാൻ എന്റെ ഡൗട്ടായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതിനെന്ത് ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം, അതിനൊന്നുമില്ല എന്ന്. ഓക്കെ, ഞാൻ അവസാനിച്ചു. ഞാനൊന്നും മിണ്ടൂല, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അവസാനിച്ചു. നിങ്ങളുടെ ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഒരു മെന്ററെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. ഓക്കെ, അത്ര കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കി സെഷൻ മുന്നോട്ട് പോട്ടെ. ഡൗട്ട് ചോദിക്കും. നമുക്ക് ഡൗട്ട് എവിടെയും ചോദിക്കല്ലോ. നമ്മൾ ഇങ്ങനെ ഓഡിയൻസ് ആയിട്ട് കേട്ടിരുന്നോണ്ട് കാര്യമില്ല, നമ്മൾ ഡൗട്ടുകൾ ചോദിക്കണല്ലോ. നമ്മളെ എപ്പോഴാണ് നമുക്ക് ഡൗട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഓഡിയൻസ് ആയിട്ട് വെറും ഓഡിയൻസ് ആയിട്ട് കേട്ടിരുന്നാ പോരാ. ഡൗട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കണം. അത് ഏത് വിഷയമായാലും ഏത് സബ്ജക്ട് ഏത് കാര്യങ്ങളായാലും നമ്മൾ ഡൗട്ട് ചോദിക്കണം. മുഴുവൻ കേൾക്കാണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കണം ഉദ്ദേശത്തോടല്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കണം. പറയുന്നത് കേൾക്കുന്നുണ്ട്. ക്ലാസ് മുഴുവൻ കേൾക്കാണ്ട് നിങ്ങളത് പറയുമ്പോ ഇവർക്ക് അത് ക്ലിയർ ചെയ്ത് തരാനും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇടയിൽ നിന്ന് ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് സോൾവ് ചെയ്യാനും നമുക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇത് ഇത്രയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ഓക്കെ അത് ആദ്യം പറഞ്ഞാൽ മതി. ഇത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഡൗട്ട് നമ്മൾ ചോദിക്കുക. ക്ലാസ് ഉണ്ടാകുമ്പോൾ ഡൗട്ടുകൾ ചോദിക്കും, സ്വാഭാവികമാണ്. നമ്മുടെ സമയം നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ അപ്പൊ ഉണ്ടായിരുന്നില്ല, ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ലൈവിൽ ഉണ്ടായിരുന്നില്ല. സാറുണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആരായിരുന്നു ഫീഡ്ബാക്കോ സജഷനോ ആയിട്ട്? സുഹറ മാം, ഡെവലപ്പ് മാം കുറച്ച് ആൾക്കാരുടെ കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടായിരുന്നു. നമ്മളൊരാൾ ഡൗട്ട് കുറച്ച് ക്ലിയർ ചെയ്യാൻ ടൈം എടുത്താണ് കേട്ടോ, സോറി. നമ്മളാരെയും മിസ്റ്റേക്ക് കൊണ്ടല്ല, ജസ്റ്റ് ഒക്കേഷണലി ഇങ്ങനെ സംഭവിച്ചാണ്. കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ അവസ്ഥാരങ്ങളോ ഉണ്ടായിരുന്നോ? ഈ ഐഫോണിന്റെ എല്ലാ ആരായിരുന്നു എനിക്കറിയില്ല. റിയാസറാണോ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആദ്യം യാത്രയിലാണ്, യാത്രയിലാണ് പറയാം. അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? ഞാനൊരു സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ആയിരുന്നു കേട്ടോ അത്. റിയാസ് സാർ ആളെ കൗൺസിലറും സൈക്കോളജിസ്റ്റും ഇൻഷാല്ല അവിടെ ട്രെയിനിങ് ഒക്കെ എടുക്കും. എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇടയ്ക്ക് നമുക്കൊരു യൂസ്ഫുൾ ആയി ആ ഒരു ഇടപെടൽ. താങ്ക് യു. നെക്സ്റ്റ് സുഹറ മാം, ആരെങ്കിലും ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് സെഷൻ എല്ലാം വൈൻഡപ്പ് ചെയ്താലോ? IQ12 കാണുന്നുണ്ട്. നിസാർക്ക് എനിക്കൊന്നിനും യാത്രയില്ലാവുന്നില്ല. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നജ മാം, എന്തെങ്കിലും ലാസ്റ്റ് ടേക്ക് അവേ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടോ? എനിക്ക് എല്ലാവരും ജസ്റ്റ് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോയാലൊക്കെ കൂടുതലായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേട്ടിരിക്കുകയാണല്ലോ ചെയ്യുക. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് തോന്നുന്നു. ലൈക്ക് ഒരുപാട് പേര് വളരെ യങ് ആയിട്ടുള്ള തന്നെ ഒരുപാട് പേരൊക്കെ സംസാരിച്ചു. അതേപോലെ തന്നെ നല്ല ഫീഡ്ബാക്സ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ ലാസ്റ്റായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ മിസ്ന മാം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലിയൊക്കെ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്, അൽഹംദുലില്ലാ. ആൻഡ് നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടേത് എല്ലാവരുടേതും ഡ്രീം സക്സസ്ഫുൾ ആവട്ടെ. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുത്ത് വെക്കുക. ഇന്നും ആർക്കെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും മുന്നോട്ട് പോവാൻ എന്തെങ്കിലും ട്രബിൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്ന മാമിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കലും ഒരാളും എവിടെയും സ്റ്റോപ്പായി പോവരുത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ജസ്റ്റ് പറയുമെങ്കിലും ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ. ഓൾ ഹാർട്ടഡ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഐ ലവ് ദിസ് സെഷൻ. ആൻഡ് വളരെയധികം ഞാൻ തന്നെ പോസിറ്റീവായി ഒരുപാട് ആളുകളെ ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പം. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് മിസ് മാം നമുക്ക് ലീവ് ചെയ്യാം.
താങ്ക് യു എന്നുവെച്ചാൽ മാം. എന്തായാലും ഈ റെക്കോർഡിങ്സ് കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിക്കോളും എന്താണ് എവിടെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. താങ്ക് യു. കുറച്ചുകൂടി ഓഡിയൻസ് ഇന്ന് നല്ല എൻഡിൽ വരെയുണ്ടായിരുന്നു. മറ്റു കുറച്ചൊക്കെ ലീവ് ചെയ്ത് കാണാറുണ്ട്. ഏകദേശം 28 ആൾക്കാരോളം. പിന്നെ കുറച്ചാറ് ഡൗട്ട് വന്ന് കുറച്ച് ടൈം പോയപ്പോൾ അങ്ങനെ പോയതാണ്. നല്ല സെഷന് ഇനിയും അടിപൊളിയായി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഡ്രീംസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. എപ്പോഴും എല്ലാ സെഷനും കേട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. വേറെ ഒരാൾക്ക് വന്ന് എനിക്ക് നജ്മാമിന് വന്നിട്ട് ഇങ്ങനെ ഡ്രീംസ് ഗോൾസ് അച്ചീവ് ചെയ്യാനും പറഞ്ഞു തരാൻ പറ്റും. ആക്ഷൻ എടുക്കാന്ന് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. എടാ നമ്മളെ പാരൻസിനൊക്കെ ആഗ്രഹമാണ് നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഉത്തരവാദിത്തമാണത്. നാളെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങൂല അത്. അവർക്കൊക്കെ ആഗ്രഹം, പക്ഷെ നമ്മൾ ആവശ്യം അത് നമ്മൾ സ്വപ്നം നേടാന്നില്ല, നമ്മളെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ, ബാക്കി ലീവ് ചെയ്യാം. ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നില്ലെങ്കിലും നമുക്ക് കൺഫേം ചെയ്യാലോ. എന്നിട്ട് നമുക്ക് കംപ്ലൈന്റ് പറയാം അതുകൊണ്ടായിരുന്നു ഇതുകൊണ്ടായിരുന്നു എന്നില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. ഇന്ന് അതിനുള്ളൊരു എനർജി ആയിട്ട് അത്യാവശ്യത്തിലധികം നിങ്ങൾക്ക് പാസ് ചെയ്തിട്ടുണ്ട് നജ്മാം. കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് തന്നിട്ട് ഇതൊക്കെ വെറും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാണ്ട് എവിടെയെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക. എന്തെങ്കിലും സപ്പോർട്ടോ ഹെൽപ്പോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടി നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ഇതുപോലെ നമുക്ക് യൂണിറ്റ് ടോക്കിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. അതേപോലെ മിസ് നമം ഞാൻ ജസ്റ്റ് നമ്മുടെ റെക്ടിഫൈഡ് നമ്പർ കൊടുക്കാം. ഇപ്പം ഞാൻ വിട്ടത് ഇംഗ്ലീഷിന്റെ കാര്യമല്ല, ലൈക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രബിൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ മിസ്ന മാമിനെ കണക്ട് ചെയ്യാം. ഇനി അതല്ല, എൻ്റെ അടുത്ത് ജസ്റ്റ് സംസാരിക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്തും എൻ്റെ അടുത്ത് സംസാരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഒരാളുടെ ഡ്രീമിലും സ്റ്റക്ക് ആവരുത്, ഒരാളുടെ ഡ്രീമും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മിസ്ന മാമിനെയും കണക്ട് ചെയ്യാം. ഒബിയസ്ലി നമ്മളുടെ യുണീക്ക് എക്സിലുള്ള പ്രോഗ്രാംസ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനൊക്കെ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ നാളെ നിങ്ങളും പല ആളുകൾക്കും പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം യുണീക്ക് എക്സിലുള്ള എല്ലാ പ്രോഗ്രാംസും നിങ്ങളും കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ നമ്പർ ജസ്റ്റ് ഞാൻ റെക്കോർഡിങ് കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. 6235116645 6235116645 നെജ എന്നല്ലാണ് കേട്ടോ മാമിന്റെ പേര് വരുന്നത്. അതിൽ കണക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫാത്തിമ നെജ റെക്ടിഫൈ ഇംഗ്ലീഷ് ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവർ റിപ്ലൈ ഒക്കെ തരും. പിന്നെ നമ്മളെ നമ്പർ വേണമെങ്കിൽ എൻ്റെ റേഞ്ച് പോയിട്ടുണ്ട്, നമുക്ക് ലീവ് ചെയ്യും.